ഒരു ആശുപത്രിയിൽ തീരെ വയ്യാത്ത ഒരു അച്ഛനെ അഡ്മിറ്റ് ചെയ്തു. അപ്പോൾ അച്ഛന് തീരെ വയ്യ. അച്ഛൻ്റെ കൂടെ തന്നെ ഒരു നേഴ്സുണ്ട് അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ. വൈകുന്നേരമായപ്പോൾ ആ നേഴ്സ് പോയി. പുതിയ നേഴ്സ് ചാർജ് എടുത്തു. പുതിയതായി ചാർജ് എടുത്ത നേഴ്സിന് ഈ അച്ഛനെ കണ്ടപ്പോഴേ മനസ്സിലായി അച്ഛന് തീരെ വയ്യ. തീരെ വയ്യ എന്ന് പറഞ്ഞാൽ മരണത്തിന്റെ ചില ലക്ഷണങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പൊ ഈ നേഴ്സിന് പേടിയായി. നേഴ്സിങ്ങനെ ചെന്നിട്ട് അച്ഛന്റെ ചെവിയിൽ ചോദിച്ചു, അച്ഛന് തീരെ വയ്യ. അച്ഛന്റെ മോൻ പുറത്തിരിക്കുന്നുണ്ട്, മോനെ ഇങ്ങോട്ട് അകത്തേക്ക് വിളിച്ചോട്ടെ, അവനോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിലൊക്കെ അച്ഛന് പറയാം. പക്ഷേ അച്ഛൻ ഒരു മറുപടിയും പറഞ്ഞില്ല. കാരണം അത് കേൾക്കാൻ കഴിയാത്തത്രയും ദൂരേക്ക് അച്ഛൻ യാത്ര തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് മറുപടിക്ക് കാത്തിരിക്കാതെ നേഴ്സ് പുറത്തേക്ക് പോയിട്ട് ആ മകനെ അകത്തേക്ക് വിളിച്ചു. ഓടി വരുമെന്ന് പറഞ്ഞു. അയാൾ ഓടി വന്നു. അപ്പൊ നേഴ്സ് പറഞ്ഞു, അച്ഛന്റെ കൂടെ തന്നെ നിന്നോളൂ, അച്ഛന് വയ്യ, അച്ഛൻ എന്തെങ്കിലും പറയുന്നുണ്ടോ എന്നൊക്കെ ശ്രദ്ധിച്ച് കേട്ടോളൂ എന്ന് പറഞ്ഞ്. അപ്പൊ അയാൾ അച്ഛന്റെ കൂടെ തന്നെ ഇങ്ങനെ നിന്ന് അച്ഛനെ തൊട്ട് തല്ലോടി ആശ്വസിപ്പിച്ച് അച്ഛന്റെ കൂടെ തന്നെ നിന്ന്. ആ സമയത്ത് ഒരു പെടച്ചിൽ, അച്ഛൻ മരിച്ചു. അപ്പൊ ഡോക്ടർമാരും നഴ്സുമാരെല്ലാം ഓടി വന്ന് അച്ഛന്റെ ചുറ്റും ഇങ്ങനെ നിൽക്കുക. ആ സമയത്ത് ഈ മോനിങ്ങനെ സങ്കടത്തോടെ പുറത്തേക്ക് ഇറങ്ങിപ്പോകുമ്പോൾ നഴ്സിനോടൊരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യം കേട്ട് നഴ്സ് ആകെ അമ്പരന്ന് പോയി. ഇതാരാണ്? അപ്പൊ നിങ്ങളുടെ അച്ഛനല്ലേ? അല്ല, എന്റെ അച്ഛനല്ല, എന്റെ അച്ഛൻ അപ്പുറത്തെ വാർഡിലുള്ളത്. പിന്നെ ഞാൻ വിളിച്ചപ്പോൾ നിങ്ങൾ എന്തിനാണ് ഓടി വന്നത്? ഞാൻ വിളിച്ചപ്പോൾ നിങ്ങൾ എന്തിനാണ് ഓടി വന്നത്? അപ്പൊ അയാൾ പറഞ്ഞു, എന്നെ കൊണ്ട് എന്തോ ഒരു കാര്യമുണ്ട് എന്ന് തോന്നി. നമ്മളെക്കാൾ ദുർബലരായ മനുഷ്യർക്ക് നിങ്ങളെ കൊണ്ട് എന്തോ ഒരു ആവശ്യമുണ്ട് എന്ന് കേട്ടറിഞ്ഞ് ഓടിക്കൂടിയ ഈ ജനസാഗരത്തിന് എൻ്റെ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് സംസാരം ആരംഭിക്കാനാണ് ഞാൻ. ഇവിടെ ഇങ്ങനെ പൂക്കൾ വെച്ചിട്ടുണ്ട്. അതല്ലല്ലോ, ഈ പൂക്കള് പ്ലാസ്റ്റിക്കിന്റെ പൂക്കളായിരിക്കും ഓഡിറ്റോറിയങ്ങളിലും കല്യാണ സദസ്സിലും ഒക്കെ. അതെന്തുകൊണ്ടാണ്? അതിൻ്റെ ഒരു സൗകര്യം, അത് നാളെയും ഉപയോഗിക്കുക എന്നുള്ളതാണ് അതിൻ്റെ സൗകര്യം, അല്ലേ? മറ്റന്നാൾ ഉപയോഗിക്കുക, അടുത്ത കൊല്ലം ഉപയോഗിക്കാതെ കേടുവരില്ലല്ലോ. പക്ഷെ അത് യഥാർത്ഥത്തിലുള്ളൊരു പൂവാണെങ്കിലോ, റിയലായ ഒരു പൂവാണെങ്കിലോ, അത് ഇന്ന് വൈകുന്നേരം ആകുമ്പോഴേക്ക് അതിന്റെ ഭംഗിയൊക്കെ കുറയും. നാളെ അത് ഉപയോഗിക്കാനേ പറ്റില്ല, അല്ലേ? പ്ലാസ്റ്റിക് ആയാലുള്ള സൗകര്യം എന്താണ്? അത് വാടൂല, കൊഴിയൂല, നിറം മാറൂല, അതിന്റെ ഭാവമാറ്റങ്ങളൊന്നും വരില്ല. പക്ഷെ റിയൽ ആണെങ്കിൽ ഇതൊക്കെ വരും. നമ്മളെ മനുഷ്യന്മാരെ റിയലാണ്. പ്ലാസ്റ്റിക് അല്ല, കല്ലുമല്ല, മനുഷ്യനെന്ന അവസ്ഥകളിലൂടെ ഒക്കെ നമ്മൾ കടന്നു പോകും. കാരണം ഒറ്റ കാര്യം, മറക്കുകയും മടുക്കുകയും മടങ്ങി വരികയും ഒക്കെ ചെയ്യുന്ന വിധത്തിലുള്ള ഈ മാറ്റങ്ങളുടെ ഒക്കെ ഒറ്റ കാരണമുള്ളൂ, നമ്മൾ പ്ലാസ്റ്റിക് അല്ല. ഈ മനുഷ്യന്റെ കൂടെ ജീവിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട ഏറ്റവും വലിയ കാര്യം അതായിരിക്കും. നമ്മൾ ജീവിക്കുന്നത് ആരുടെ കൂടെയാണ്? പ്ലാസ്റ്റിക്കിന്റെ കൂടെയല്ല, കല്ലിന്റെ കൂടെയല്ല, ഉള്ളിൽ മനസ്സ് ഉള്ള മനുഷ്യന്റെ കൂടെയാണ്. ഇതാണ് മനുഷ്യരുടെ കൂടെ ജീവിക്കുമ്പോൾ. അതിന് വീട്ടിൽ മാത്രമല്ല, ഒരു ഹോസ്റ്റലിൽ ജീവിക്കുമ്പോൾ പോലും, ഇല്ലേ? നമ്മളൊരു ഹോസ്റ്റലില് സുഹൃത്തുക്കളുടെ കൂടെ കഴിയുമ്പോൾ പോലും ഇത് മനസ്സിലാക്കിയേ പറ്റൂ. രാവിലെ കണ്ട ആളാവില്ല വൈകുന്നേരം, ഇന്നലെ കണ്ട ആളല്ല ഇന്ന്, കഴിഞ്ഞ വർഷം കണ്ട ആളല്ല ഈ വർഷം. ഇത് പ്ലാസ്റ്റിക് അല്ല. ഉള്ളിൽ മനസ്സുള്ളൊരു മനുഷ്യന്റെ മാറ്റങ്ങളെ
നമ്മൾ സമ്മതിച്ചു കൊടുക്കുകയും അതിൻ്റെ കൂടെ ഒഴുകാൻ പഠിക്കുകയും ചെയ്യേണ്ടി വരും. അതാണ് നമ്മുടെ പഴയ ഹൈന്ദവ തറവാടുകളില്ലേ, പഴയ ഹൈന്ദവ വീടുകൾക്ക് പറയുന്ന ഒരു പേരുണ്ട്, ഇല്ലം എന്നൊക്കെ പറയുന്ന പോലെ മന എന്ന് പറയും അല്ലേ. മന, മന, എൻ്റെ മനക്കിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞു. അതാണ് മന, അല്ലേ, മന. സത്യത്തിൽ ഇത് 2 അക്ഷരങ്ങളല്ല, 2 വാക്കുകളാണ്. മാ എന്ന് പറഞ്ഞാൽ ഞാൻ എന്നാണ്, മമ്മ എന്ന് പറഞ്ഞാൽ എൻ്റെ ആണ്, മമ്മ സഖി എന്നൊക്കെ നമ്മുടെ പാട്ടിൽ ഉപയോഗിക്കില്ലേ. മമ്മ എന്ന് പറഞ്ഞാൽ എൻ്റെ ആണ്, മ എന്ന് മാത്രമേ ഉള്ളെങ്കിൽ ഞാൻ, മ ഞാൻ. നാ എന്ന് പറഞ്ഞാലോ ഇല്ല എന്നാണ് സംസ്കൃതത്തിൽ. നാ എന്ന് പറഞ്ഞാൽ നോ എന്നാണ്. അപ്പൊ എന്താണ് അർത്ഥം? എന്തായി അർത്ഥം? ഞാൻ ഇല്ല. ഇത് എവിടെ പറയണമെന്നറിയോ? എന്തിനാ പറയണമെന്നറിയോ? വീടുകൾക്ക് പറയുന്ന പേരാണ്. എന്താണ്? നമുക്ക് മഞ്ചേരി ഒരു വീടുണ്ട്, ആ വീടിന് കൊടുക്കാവുന്ന പേരുകളിൽ ഒരു പേരാണെന്ത്? മന. മന എന്ന് പറഞ്ഞാൽ ഞാൻ ഇല്ലാത്ത സ്ഥലം എന്നാണ്. മന, ഞാൻ ഇല്ലാത്ത സ്ഥലം. പിന്നെയോ നമ്മളെ ഉള്ളൂ. ഞാൻ ഉള്ള സ്ഥലം ഹോസ്റ്റലാണ്. ഞാൻ എനിക്ക് വേണ്ടി ഒരു ജീവിതം, എൻ്റെ സ്വപ്നങ്ങൾ, എൻ്റെ ആഗ്രഹങ്ങൾ, എൻ്റെ കിനാവുകൾ, എൻ്റെ പഠനം, അതിന് വേണമെങ്കിൽ ഹോസ്റ്റൽ എന്നൊക്കെ പറയാം. വീടതല്ല, വീടൊരു കൂട്ടമാണ് അല്ലേ. ഒരു ചെങ്ങല പോലെ. ചെങ്ങല വളരെ വളരെ ശക്തിയുള്ളതായിരിക്കും, ഇരുമ്പിന്റെ ചെങ്ങല. ഒരു കണ്ണി മറ്റൊരു കണ്ണിയോട് ഇങ്ങനെ ചേർന്ന് കിടക്കുന്നതാണ് ചെങ്ങല. ആയുധമാണ് ചെങ്ങല. ശരിക്കും ഒരു വെപ്പണാണ്, ആയുധമാണ്. പക്ഷെ ആ ചെങ്ങലകളുടെ കൂട്ടത്തിൽ ഒരു കണ്ണി കേട് വന്നാൽ മതി. ചെങ്ങലയിലെ ഒരു കണ്ണി കേട് വന്നാൽ മതി, ചെങ്ങലയുടെ മുഴുവനും ശക്തിയും ഇല്ലാതാവും. എല്ലാ കണ്ണിയും കേട് വരണോ? വേണോ? എല്ലാ കണ്ണിയും കേട് വരണ്ട. ഒരു കണ്ണി കേട് വന്നാൽ ചെങ്ങലയുടെ മുഴുവൻ ശക്തിയും ഇല്ലാതാകുന്നത് പോലെയാണ് കുടുംബം. നമ്മുടെ വീടിന് 5 വാതിലുകളുണ്ടെന്ന് വിചാരിച്ചോളൂ. പുറത്തേക്ക് 5 വാതിലുകളുണ്ട്. 4 വാതിലുകളും നമ്മൾ ഭദ്രമായി കൊട്ടിയടച്ചു, ലോക്ക് ചെയ്തു. ഒരു വാതിൽ തുറന്നിട്ടാൽ എങ്ങനെ ഉണ്ടാവും? ആ വീടിന്റെ മുഴുവൻ സമാധാനവും നിലനിർത്താൻ ഒരാൾ വിചാരിച്ചാൽ മതി. ആ വീടിന്റെ ഓരോ ആളുടെയും സമാധാനം കേടുവരുത്താൻ ഒരാൾ വിചാരിച്ചാൽ മതി. എല്ലാവരും വിചാരിക്കേണ്ടതില്ല. ഇതാണ് കുടുംബം. ഫുട്ബോൾ കളിക്കുമ്പോൾ 7 ആളുകളായിരിക്കും ഒരു ടീമിലുണ്ടാവുക. 7s ആണെങ്കിൽ ഇങ്ങനെ രാവിലെ ജോലിക്ക് പോകാൻ കുറച്ച് വൈകിട്ടുണ്ട്, അപ്പൊ ഇങ്ങനെ ധൃതിയിൽ പുറത്തേക്ക് പോവാം. അയാളുടെ ഓഫീസിലേക്ക് ധൃതിയിൽ പോകുന്ന സമയത്ത് ഒരു മരുന്നിന്റെ കുപ്പി ഇങ്ങനെ അവിടെ തുറന്നു കിടക്കുന്നുണ്ട്. അപ്പൊ അയാൾക്ക് പേടിയായി. ഈ മരുന്ന് കുട്ടി, ചെറിയ കുഞ്ഞുണ്ട് അവർക്ക്. ആ കുട്ടി അടുക്കളയിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, ഞാൻ ചെയ്തോളാം, നിങ്ങൾ പോയിക്കോളൂ എന്ന് പറഞ്ഞു. പക്ഷെ ആ തിരക്കിനിടയിൽ, അടുക്കളയിലെ തിരക്കിനിടയിൽ അവരത് മറന്നുപോയി. കുഞ്ഞിന്റെ കാര്യവും മറന്നു, മരുന്നിന്റെ കാര്യവും മറന്നു. കുറേ സമയം കഴിഞ്ഞ് നടന്ന സംഭവമാണ് കേട്ടോ. അവരുടെ കുഞ്ഞിങ്ങനെ ബോധമില്ലാതെ കിടക്കുന്നുണ്ട്, മരുന്നിന്റെ കുപ്പി അവിടെ വീണ് കിടക്കുന്നുണ്ട്. അവരെടുത്തോണ്ട് ആശുപത്രിയിലേക്ക് ഓടി, എല്ലാവരും ഓടിക്കൂടി. കുറേ സമയമായി. നേരെ ഐസിയുവിലേക്കാണ് കുഞ്ഞിനെ കൊണ്ടുപോയത്. ഈ ഉമ്മ അല്ലെങ്കിൽ ഈ അമ്മയില്ലേ, ഇത്രയും നേരം കരഞ്ഞിട്ടില്ല. പേടിയുണ്ട്. എൻ്റെ ഒരു അശ്രദ്ധ കൊണ്ടാണല്ലോ ഇത് സംഭവിച്ചത് എന്നുള്ള ഭയം കൊണ്ട് അവർക്കൊന്നും കരയാൻ പോലും പറ്റിയിട്ടില്ല. നിർവികാരയായി ആ ആശുപത്രി വരാന്തയിൽ അവരിങ്ങനെ ഇരിക്കുക. ആ സമയത്താണ് ഓഫീസിൽ നിന്ന് ഇത് കേട്ടറിഞ്ഞ് ഭർത്താവ് വണ്ടിയിൽ ഓടിക്കത്തിച്ചു വരുന്നത്. ഇയാൾ നേരെ ഐസിയുവിലേക്കാണ് കയറി പോകുന്നത്. കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഐസിയുവിൽ നിന്ന് അയാളിങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോ അച്ഛൻ പുറത്തേക്ക് അയാളിങ്ങനെ നടന്നു വരുന്നത് ഭാര്യയുടെ അടുത്തേക്കാണ്. ഒന്ന് കരയാനല്ല, അയാളുടെ മുഖത്തേക്കൊന്ന് നോക്കാൻ പോലും, ഭർത്താവിന്റെ മുഖത്തേക്കൊന്ന് നോക്കാൻ പോലും കഴിയാതെ ഇങ്ങനെ താഴേക്ക് കണ്ണുകൂമ്പിയിരിക്കുന്ന ആ പാവം പെണ്ണിനെ ഭർത്താവ് എന്താ ചെയ്യുന്നതെന്നറിയോ? അവരുടെ മുഖം ഇങ്ങനെ പതുക്കെ ഇങ്ങനെ തൊട്ടു, അവരിങ്ങനെ പിടിച്ചു വരുത്തി, അവരുടെ കണ്ണിലേക്ക് ഇങ്ങനെ നോക്കി. അവിടെ ഒരൊറ്റ വാക്കാണ്. ആ വാക്ക് കേട്ടപ്പോ ആ ഭാര്യ കരഞ്ഞുപോയി. ഇത്രയും നേരം അവർ കരഞ്ഞിട്ടില്ല, പക്ഷെ ഈ വാക്ക് കേട്ടപ്പോ അവർ കരഞ്ഞുപോയി. അയാൾ പറഞ്ഞു,
നിന്നെ എനിക്കിപ്പോഴും ഇഷ്ടമാണ് കേട്ടോ. ഇംഗ്ലീഷ് സ്റ്റോറിയാണ്. അയാൾ പറഞ്ഞ എങ്ങനെയാണ്? സ്റ്റിൽ ഐ എം ലവിങ് യു. നിന്റെ അടുത്തൊരു അബദ്ധം വന്നു എന്നുള്ളതുകൊണ്ട് നിന്നെ ഞാൻ കൈവിടൂല കേട്ടോ. എനിക്കറിയാം ഈ കുഞ്ഞിനെ നീ എത്ര സ്നേഹിക്കുന്നുണ്ട്. നിന്റെ അടുത്തൊരു മറവി വന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ നിന്റെ അടുത്തൊരു അബദ്ധം വന്ന മനുഷ്യൻ എന്തിനാണ്? ഒരു പുസ്തകമുണ്ട്, നിങ്ങൾ പറ്റിയാൽ വായിക്കേണ്ട ഒരു പുസ്തകം. ആർട്ട് ഓഫ് ലവിങ് എന്നാണ് പുസ്തകത്തിന്റെ പേര്. സ്നേഹകല എന്നാണ് വേണമെങ്കിൽ പറയാം. ആർട്ട് ഓഫ് ലവിങ്, എറിക് ഫോം എന്നുള്ള വലിയൊരു എഴുത്തുകാരന്റെ പുസ്തകം. അപ്പൊ അതിൽ ആ പുസ്തകത്തിന്റെ വലിയൊരു ഭാഗത്തിൽ അദ്ദേഹം ചർച്ച ചെയ്യുന്നത് എന്താണെന്നറിയോ? എന്തിനാണ് മനുഷ്യന് വേറൊരു മനുഷ്യന്റെ സ്നേഹവും കരുതലും ഒക്കെ എന്തിനാണ്? പൈസ ഉണ്ടായപ്പോഴേ, പൈസയും സൗകര്യങ്ങളും ഒക്കെ ഉണ്ടായപ്പോഴേ, എന്തിനാണ് വേറൊരു മനുഷ്യന്റെ സ്നേഹമൊക്കെ എന്തിനാണ്? അതാണ് ആ പുസ്തകത്തിൽ ചർച്ച ചെയ്തത്. അതിങ്ങനെ പറഞ്ഞ് അദ്ദേഹം അവസാനം പറയുന്ന ഒരു വാക്ക് ഇങ്ങനെയാണ്, വല്ലാത്തൊരു വാക്കാണ്. അദ്ദേഹം പറയാ, ദ മെച്യൂർ ആൻസർ ടു ദി പ്രോബ്ലം ഓഫ് എക്സിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ജീവിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. ഒരു സമയം വരെ എളുപ്പമായിരിക്കും, ഒരു സമയം വരെ ജീവിതം എളുപ്പമായിരിക്കും, പിന്നെ ജീവിതം അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. കുറെ ആകുലതകളും പേടിയും ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളും ഭൂതകാലത്തെക്കുറിച്ചുള്ള സങ്കടങ്ങളും ഒക്കെ നിറഞ്ഞ് കവിഞ്ഞിങ്ങനെ പൊരുതുന്നൊരു മനസ്സ് ഏതൊരു മനുഷ്യന്റെ ഉള്ളിലുണ്ട്. അങ്ങനെ ജീവിതത്തെ കുറിച്ചുള്ള ഒരു മനുഷ്യന്റെ ഒരു വേവലാതി ഉണ്ട്. ആ വേവലാതി തണുക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ കയറി ചെല്ലുന്നൊരു സ്ഥലം ഉണ്ടല്ലോ, അതിൻ്റെ ഉള്ളില് സമാധാനം വേണം. അതിൻ്റെ ഉള്ളിൽ സമാധാനം ഇല്ലെങ്കിൽ ഒരു മനുഷ്യന് പുറത്തുനിന്ന് എത്ര സമാധാനം കിട്ടിയിട്ടും കാര്യം ഉണ്ടാവില്ല. ഇപ്പൊ ഞാനിവിടെ ഇത്രയും ജനക്കൂട്ടത്തിന്റെ നടുവിൽ നിന്നിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ്. എൻ്റെ ഒരു വാക്കിന്റെ തൊട്ട് ശേഷം അടുത്ത വാക്ക് ഞാൻ പറയണം, അല്ലേ? അതിന് അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ, ഇങ്ങനെ സമാധാനമായിട്ട് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ സമാധാനം വേണം. നിങ്ങൾ ഇത്രയേറെ മനുഷ്യര് ഇവിടെ ഇത് കേട്ടുകൊണ്ടിരിക്കുക, നിങ്ങൾക്ക് ഇത്ര സമാധാനത്തോടെ ഇത് കേൾക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ സമാധാനം വേണം. വീട്ടിൽ സമാധാനം ഇല്ലാത്ത ഒരു മന്ത്രിക്ക് സമാധാനമായിട്ട് ഭരിക്കാൻ കഴിയില്ല. വീട്ടിൽ സമാധാനം ഇല്ലാത്ത ഒരു മാഷിക്ക് അയാളെ ജോലി സമാധാനമായിട്ട് ചെയ്യാൻ കഴിയില്ല. വീട്ടിൽ സമാധാനം ഇല്ലാത്ത ഒരു ഡ്രൈവർക്ക് അയാളുടെ ജോലി സമാധാനമായിട്ട് ചെയ്യാൻ കഴിയില്ല. വീട്ടിൽ സമാധാനം ഇല്ലാത്ത ഒരു ഡോക്ടർക്ക് അയാളുടെ കൈകൾ വരച്ചുകൊണ്ടിരിക്കും. എന്താ കാര്യം? എന്താണ്? നമ്മുടെ വേരാണ് വീട് എന്ന് പറയുന്നത്. അത്രയേ ഉള്ളൂ. നമ്മൾ ചെടിക്ക് വെള്ളം കൊടുക്കുമ്പോൾ വെള്ളം എന്താണ് ഇങ്ങനെ തെളിച്ചു കൊടുക്കുമ്പോൾ എവിടെയാ വെള്ളം കൊടുക്കുക? ഇലകളിലാണോ വെള്ളം കൊടുക്കുക? അല്ലല്ലോ. തണ്ടിലേക്കല്ലല്ലോ വെള്ളം കൊടുക്കുക, വേരില കൊടുക്കുക. വേരിൽ കൊടുത്താലുള്ള ഗുണം എന്താണ്? നമ്മുടെ വേരാണ് നമ്മുടെ കുടുംബം. കുടുംബത്തിന് പ്രയോറിറ്റി കൊടുക്കാതിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ മൊത്തം താളം തെറ്റും. ലോകത്തിൽ നിന്ന് 800 കോടി മനുഷ്യന്മാരുണ്ട് ജീവിച്ചിരിക്കുന്നത്. 800 കോടിയോളം എന്തായാലും ഉണ്ടാവും. ഈ 800 കോടി മനുഷ്യന്മാരിൽ നിന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് ഈശ്വരൻ പഠിച്ചു തന്നിട്ടുള്ള ഒരു 4-5 മനുഷ്യന്മാരാണ്, അല്ലേ? ആ മനുഷ്യൻ അല്ലെങ്കിൽ ആ മനുഷ്യന്മാര് നമ്മുടെ മനസ്സിൽ ഏറ്റവും പ്രാധാന്യമുള്ള ആളുകളായി മാറുക എന്നുള്ളതാണ് വീടിന്റെ മൊത്തം. അയാൾ പറഞ്ഞു ഈ അമ്മയോട്, അമ്മ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് കയറിയിട്ട് എന്ത് വേണമെങ്കിലും എടുക്കാം, കാരണം അതിൻ്റെ ഉള്ളിൽ നിറയെ സ്വർണവും വെള്ളിയും വജ്രവും ഒക്കെയാണ്, പൈസയൊക്കെയാണ്. അമ്മയോട് പറഞ്ഞു നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എടുക്കാം, അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് എടുത്തോളൂ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, 2 മിനിറ്റ് 2 മിനിറ്റിലേത് അതിനകത്ത് നിൽക്കാൻ പറ്റില്ല. 2 മിനിറ്റ് നിങ്ങൾക്ക് എത്ര എടുക്കാൻ പറ്റുമോ അത്ര എടുത്തോളൂ. 2 മിനിറ്റ് കഴിഞ്ഞാൽ ഒരു ബെല്ലടിക്കും. ആ ബെല്ലടിച്ചാൽ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങണം, ഇല്ലെങ്കിൽ പിന്നെ ഒരിക്കലും ഇറങ്ങാൻ കഴിയില്ല, അതിനകത്ത് കുടുങ്ങിപ്പോകുന്നു. അമ്മ ഇങ്ങനെ ആലോചിച്ചപ്പോ 2 മിനിറ്റൊക്കെ മതി, ഇല്ലേ? 2 മിനിറ്റൊക്കെ മതിയല്ലോ വാരിക്കൂട്ടാൻ. 2 മിനിറ്റ് മതി, 1 മിനിറ്റ് മതി എന്ന് പറഞ്ഞിട്ട് ഇവരകത്തേക്ക് കയറിയിട്ട് വാരിക്കൂട്ടാൻ തുടങ്ങി. പറഞ്ഞ പോലെ സ്വർണവും വെള്ളിയും വജ്രമൊക്കെ ഉണ്ട്. ഇതൊക്കെ ഇങ്ങനെ വാരിക്കൂട്ടുന്നതിനിടയിൽ ബെല്ലടിച്ചു, സമയം കഴിഞ്ഞു. അവര് പുറത്തേക്ക് ചാടി, രക്ഷപ്പെട്ടു. അവരിങ്ങനെ നോക്കുമ്പോ ഒരു 4 തലമുറക്ക് ജീവിക്കാൻ ആവശ്യമുള്ള അത്രയും പണമുണ്ട് അവരുടെ കയ്യിൽ.
ഇനി ഒന്നും നോക്കണ്ട. പക്ഷേ അതിനിടയിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ വാരിക്കൂട്ടുന്നതിനിടയിൽ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന കുഞ്ഞില്ലേ, ആ കുഞ്ഞിനെ അതിനകത്ത് മറന്നു വെച്ചിട്ടുണ്ട്. അതാ നമ്മൾ ചിലതൊക്കെ ഇങ്ങനെ വാരിക്കൂട്ടുന്നതിനിടയിലോ ചില കാര്യങ്ങളിൽ ഇങ്ങനെ പെട്ടുപോകുന്നതിനിടയിലോ വളരെ വിലപ്പെട്ട ചിലത് നമ്മൾ മറന്നു വെച്ചാൽ പിന്നെ ഒരിക്കലും തിരിച്ചെടുക്കാനാകാത്ത വിധം അത് നമ്മളിൽ നിന്ന് നഷ്ടപ്പെടും. അതാ അതിലേറ്റവും പ്രധാനപ്പെട്ടത് എന്തായിരിക്കും എന്നറിയാം? മിക്കവാറും നമ്മുടെ കുട്ടികളുടെ കുട്ടികളായിരിക്കും. അതാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ കുട്ടികളായിരിക്കും പലപ്പോഴും നമുക്ക് മിസ് ചെയ്തിട്ടുണ്ടാവുക. നമ്മളെന്നെ ആലോചിക്കുന്നത് എപ്പോഴാണ് വലുതായത്. പിന്നെ നമ്മുടെ പഴയൊരു കവിയുണ്ട്, അദ്ദേഹത്തിന്റെ ഒരു വരി ഇങ്ങനെ ഉണ്ട്: ഒട്ടിടക്കേതോ വരം കൊണ്ടിവൾ പണ്ടേ പോലെ കുട്ടിയായിരുന്നെങ്കിൽ. മകളെ കുറിച്ച് പറയാം. ഒട്ടിടക്കേതോ വരം കൊണ്ടിവൾ, എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും ഒരു വരം കിട്ടിയിട്ട് പഴയ എൻ്റെ ആ കുട്ടിയായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ആലോചിക്കാത്ത ഒരു പേരൻ്റ് ഉണ്ടാവില്ല, ഒരു രക്ഷിതാവ് ഉണ്ടാവില്ല. അങ്ങനെ കുട്ടികൾ വളരുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം സങ്കടം കൂടിയാണ്. അപ്പൊ നമ്മൾ ഏറ്റവും മിസ് ചെയ്യുന്നൊരു കാര്യം അതായിരിക്കും ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ എന്തൊരു കാര്യത്തെക്കാളും ഉപരിയായി, ഏതൊരു കാര്യത്തെക്കാളും പ്രാധാന്യത്തോടെ ഈശ്വരൻ നമ്മുടെ ജീവിതത്തിലേക്ക് തന്ന ഈ 4-5 ആൾക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ മൊത്തം ഘടനയ്ക്ക് ഉണ്ടാകുന്ന ഒരു സമാധാനമുണ്ട്. എത്രയോ ആളുകൾ ഇങ്ങനെ വന്ന് പറയാറുണ്ട്, സത്യമാണ് പറയണം. ചില ആളുകൾ വന്നിട്ട് പറയേ മരിച്ചാൽ മതി എന്ന് പറയും. മരിച്ചു പോയാൽ മതിയായിരുന്നു എന്നൊക്കെ പറയും. മിക്കവാറും ഇങ്ങനെ ആരാ പറയാന്നറിയോ? അവരുടെ ബന്ധങ്ങളിൽ സമാധാനമില്ലാത്ത ആളുകളെ പറയാം. വേറെ എന്ത് നഷ്ടവും പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും ആളുകൾ എങ്ങനെയെങ്കിലൊക്കെ പിടിച്ചു നിൽക്കും. പക്ഷേ നമ്മുടെ ബന്ധങ്ങളിൽ സമാധാനം ഇല്ലെങ്കിൽ ആളുകൾ തകർന്നു പോകും. അപ്പൊ നമുക്ക് എത്രയൊക്കെ കടങ്ങളോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടെങ്കിലും നമ്മുടെ വീട് നമ്മളെ ജീവിക്കാൻ കൊതിപ്പിക്കുന്ന ഒന്നാണെങ്കിൽ നമ്മൾ പിടിച്ചു നിൽക്കും. ശരിയല്ലേ? അപ്പൊ നമുക്ക് എന്തൊക്കെ കടങ്ങളോ അല്ലെങ്കിൽ ക്രൈസിസോ ഒക്കെ ഉണ്ട്, അല്ലെങ്കിൽ ജോലി പോയി, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്ന സമയത്ത് നമ്മുടെ വീട് നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാനുള്ള കൊതി ഉണ്ടാവും. എന്നാൽ നമ്മുടെ വീടിന്റെ ഉള്ളിൽ നമുക്ക് സമാധാനം ഇല്ലെങ്കിൽ പുറത്ത് നമുക്ക് എന്തൊക്കെ ഉണ്ടായിട്ടും കാര്യം ഉണ്ടാവില്ല. സത്യം പറയുന്നത് നമ്മുടെയൊക്കെ അനുഭവമാണല്ലോ അത്. നമ്മളങ്ങനെ എത്ര മനുഷ്യരെ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ വീട് നമുക്കൊരു ആശ്വാസ കേന്ദ്രമാകുന്നില്ല എങ്കിൽ പുറത്തുനിന്ന് നമുക്ക് എന്തൊക്കെ കിട്ടിയിട്ട് കാര്യം ഉണ്ടാവില്ല. ചങ്ങാതിമാരുടെ കൂടെ എത്ര സമയം ചെലവഴിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല. പൊതുവെ സ്ത്രീകൾക്ക് സുഹൃത്തുക്കൾ കുറെ ഉണ്ടാവും അല്ലെ? സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും മനഃശാസ്ത്രം എന്താണെന്നറിയോ? സ്ത്രീകൾക്ക് കുറെ സുഹൃത്തുക്കൾ ഉണ്ടാവും. ആ സുഹൃത്തുക്കളോടായിരിക്കും അവർ സങ്കടങ്ങളൊക്കെ പറയാം. സ്ത്രീകൾ അവരുടെ സുഹൃത്തുക്കളോട്, ഫ്രണ്ട്സിനോട് സങ്കടങ്ങളൊക്കെ പറയും. കുറെ സ്ത്രീകൾ ഇങ്ങനെ ഒരുമിച്ചിരുന്നാല് അതല്ലെങ്കിൽ ഒരുമിച്ചൊരു യാത്ര പോകുമ്പോൾ ഒക്കെ അവരവരുടെ സങ്കടങ്ങൾ കൂടെ പറയും. അവർ കരയും, ഒരുമിച്ച് പൊട്ടിക്കരയും, കെട്ടിപ്പിടിച്ച് കരയും ഒക്കെ ചെയ്യും. അവർക്ക് സുഹൃത്തുക്കളുടെ ഭർത്താവ് രാവിലെ ഓഫീസിലേക്ക് പോയിട്ട് അല്ലെങ്കിൽ ജോലിക്ക് പോയിട്ട് തിരിച്ച് വീട്ടിലേക്ക് വന്നപ്പോൾ ആളാകെ മാറിയിട്ടുണ്ട്. ആളുടെ സംസാര രീതി മാറി, മുഖം മാറി, കണ്ണ് മാറി, ആളാകെ മാറിയിട്ടുണ്ട്. എന്തോ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ നമ്മൾ എത്ര ചോദിച്ചാലും അയാളെ പറയൂല. നിങ്ങൾ എത്ര ചോദിച്ചു നോക്കൂ, അയാൾ പറയില്ല. നിങ്ങൾ പിന്നാലെ നടന്നു നോക്കൂ, അയാൾ പറയില്ല. നിങ്ങൾ മക്കളോട് പിന്നെ വാപ്പയോട് അല്ലെങ്കിൽ അച്ഛനോട് ചെന്നോട് ചോദിച്ചു നോക്കുമെന്ന് പറഞ്ഞു നോക്കും. മക്കളെയൊക്കെ അയാൾ ദേഷ്യപ്പെട്ട് പറഞ്ഞേക്കും. അയാൾ ആകെ ഒരു കാര്യം പറയാം. എന്താ പറയാ? എനിക്ക് കുറച്ചു നേരം ഒന്ന് ഒറ്റയ്ക്ക് ഇരിക്കണം എന്ന് പറയും. എന്നെ ഒന്ന് ഒറ്റയ്ക്ക് വിട് എന്ന് പറയും. എനിക്കൊരു പിന്നെ ബുദ്ധിമുട്ടുണ്ട് ഉണ്ട്, പക്ഷെ അത് ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ പരിഹരിച്ചോളാം എന്നുള്ള രീതിയിൽ, അത് പറയില്ല എന്ന രീതിയിൽ അയാൾ ഒറ്റയ്ക്ക് ഇരിക്കാനാണ് ആഗ്രഹിക്കുക. അയാളുടെ ഒരു ഗുഹയിലേക്ക് കയറിപ്പോകും. അയാളുടെ ഒരു ഗുഹയിലേക്ക് കയറിപ്പോയിട്ട് ആ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടെത്തുന്നത് വരെ അയാൾക്ക് അതിനെക്കുറിച്ച് മാത്രമേ ചിന്തിക്കുള്ളൂ. ചിന്തിച്ച് അതിനൊരു പരിഹാരം കണ്ടെത്തി കഴിഞ്ഞാൽ ആശ്വാസമായി. പറയൂല. അത് നിങ്ങളുടെ പുരുഷൻ പറയില്ല എന്നല്ല, ലോകത്തൊരു പുരുഷനും, മഹാഭൂരിപക്ഷം വരുന്ന ആൾക്കാർ കേട്ടോ. ചില ആളുകൾ അങ്ങനെ എക്സെപ്ഷണൽ കേസ് ഉണ്ടാവും, ചിലര് പറഞ്ഞിട്ട് അതിൽ ആശ്വാസം കണ്ടെത്തുന്നവരുണ്ടാവും. പക്ഷെ പറയാന്നുള്ളത് ഒരു പുരുഷ രീതിയല്ല. പലപ്പോഴും പറയാതെ തന്നെ അതിലിങ്ങനെ കൂടി
അതിന് പരിഹാരം കണ്ടെത്തുന്ന രീതിയാണ് പുരുഷന്മാർക്ക് ഉണ്ടാവുക. സ്ത്രീകൾക്കോ നേരെ തിരിച്ചുണ്ടാവുക. ഇപ്പൊ സ്ത്രീകൾക്ക് ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ, ഇന്നൊരു പ്രശ്നം ഉണ്ടെങ്കിൽ ആ പ്രശ്നത്തെ കുറിച്ച് അവർ പറഞ്ഞ് തുടങ്ങുന്നത് പോലെ എങ്ങനെയായിരിക്കും എന്നറിയോ? 10 കൊല്ലം മുമ്പ് ഇതേപോലെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതാണ് ആദ്യം പറയാ, അന്ന് എനിക്ക് ഉണ്ടായില്ലേ അതേപോലെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുക. കാരണം സ്ത്രീകൾക്ക് ഒരു പ്രശ്നം ഉണ്ടായില്ല, അവർക്ക് സങ്കടം വന്നാല് എല്ലാ സങ്കടങ്ങളും ഈ 2 ഭാഗങ്ങളും ഇങ്ങനെ കൂട്ടിക്കെട്ടുന്ന ഒരു കയറുണ്ട്, ഒരു ഫൈബർ കണ്ടന്റ് എന്ന് പറയുന്നത്. ഇത് പുരുഷന്മാർക്ക് വളരെ നേർത്തതാണ്. അതുകൊണ്ട് ഇത് രണ്ടും വർക്ക് ചെയ്യില്ല. ഇപ്പൊ പുരുഷനൊരു ഫോൺ വന്നാൽ ആദ്യം എന്താ പറയാ, ആ റേഡിയോ ഓഫ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ടിവിയുടെ സൗണ്ട് കുറക്കുന്നത്. ടിവിയുടെ സൗണ്ട് അവിടെ ഉണ്ടാകുന്ന സമയത്ത് പുരുഷന് ഈ ഫോണിൽ ശ്രദ്ധിക്കാൻ കഴിയില്ല. 2 കാര്യങ്ങൾ ഒരേ സമയം ശ്രദ്ധിക്കാൻ കഴിയില്ല. അത് ഇതുകൊണ്ടാണ് കാരണം. സ്ത്രീകൾക്കോ ഒരേ സമയം 3 കാര്യം പോലെ ഏകദേശം വർക്ക് ചെയ്യും. ഇപ്പൊ നല്ല സൗണ്ട് ഉള്ള സ്ഥലത്ത് ഒരു സ്ത്രീ കൂളായിട്ട് ഫോണിൽ സംസാരിക്കും. അത്ഭുതം തോന്നുന്നു ചില സമയത്ത്. നല്ല സൗണ്ട് ഉള്ള സമയത്ത്, ഒരു കല്യാണപ്പുരയാകാം അല്ലെങ്കിൽ ഒരു അങ്ങനെയൊക്കെ ബഹളമുള്ള ഒരു സമയത്ത് ഫോൺ വന്നാൽ കൂളായിട്ട് സംസാരിക്കും. നമുക്കത് കഴിയില്ലല്ലോ, നമുക്ക് അത്ര ശ്രദ്ധിക്കാൻ കഴിയില്ല. നമ്മൾ മറ്റുള്ള സംസാരങ്ങൾ ഇല്ലാത്തൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ മാറിയിട്ടാണ് സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്നറിയോ? സ്ത്രീക്ക് സങ്കടങ്ങൾ വന്നാൽ സങ്കടങ്ങൾ കൂടുതലാണ് സങ്കടപ്പെടുക. ഒരു സന്തോഷം വന്നാൽ കൂടുതലാണ് സന്തോഷപ്പെടുക. അതിന്റെ കാരണം ഇതൊക്കെ കണക്ട് ചെയ്യുന്നതുകൊണ്ടാണ്. ഇപ്പൊ ഓരോ നമ്മുടെ സ്ത്രീ അല്ലെങ്കിൽ ഭാര്യ അല്ലെങ്കിൽ മകളൊക്കെ വന്നിട്ട് നമ്മളോട് ഒരു പ്രശ്നം പറയുമ്പോൾ, അവരുടെ ഒരു വിഷമം പറയുമ്പോൾ നമ്മൾ ആദ്യം എന്താ ചിന്തിക്കാന്നറിയോ? അതിനുള്ള പരിഹാരമാണ് ചിന്തിക്കുക. പറഞ്ഞു തുടങ്ങി ഒരു പകുതി ആകുമ്പോഴേക്കും നമ്മൾ പരിഹാരം കൊടുക്കും. ഇങ്ങനെ ചെയ്താൽ മതി, അങ്ങനെ ചെയ്താൽ മതി എന്ന് പറയും. സത്യത്തിൽ അവർക്ക് വേണ്ടത് പരിഹാരമല്ല. പിന്നെയോ അവർക്ക് ആദ്യം വേണ്ടത് അത് ആരോടെങ്കിലും ഒന്ന് ഷെയർ ചെയ്യണം. ആദ്യം അവൾ കാണുന്ന ഷെയറിംഗ് പാർട്ട്ണർ ആരാണ്? ഷെയർ ചെയ്യാൻ പറ്റുന്ന ആള് അവളുടെ പുരുഷൻ. അതുകൊണ്ടാണ് നമ്മളോട് വന്നിട്ട് സംസാരിക്കുന്നത്. സംസാരിക്കുക എന്നുള്ളത് അയാളെ സംബന്ധിച്ചിടത്തോളം ഒരു തെറപ്പിയാണ്, ഒരു ചികിത്സയാണ്. അയാൾ പറഞ്ഞ് കഴിയുമ്പോൾ അയാൾക്ക് ഉണ്ടാകുന്ന ഒരു സമാധാനമുണ്ട്. പുരുഷൻ അങ്ങനെയില്ല. പുരുഷനൊരു പ്രശ്നം വന്നാൽ പരിഹാരം കാണണം. അതുകൊണ്ട് സ്ത്രീ ഒരു പ്രശ്നം പറയുമ്പോൾ ആദ്യം നമ്മൾ പരിഹാരത്തെ കുറിച്ച് ആലോചിക്കുന്നത് അതുകൊണ്ടാണ്. മനുഷ്യർക്ക് ഇങ്ങനെ പറയാൻ ആളുകൾ ഉണ്ടാവുക എന്നുള്ളത് അത്രയും പ്രധാനമാണ്. എന്തിനാണ് ബന്ധങ്ങൾ? എന്തിനാണ് നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ള മനുഷ്യരെ ഈശ്വരൻ തരുന്നത്? എന്തിനാണ്? ഒറ്റ കാര്യമുള്ളൂ. നേരത്തെ ആ പുസ്തകത്തിൽ പറഞ്ഞ പോലെ ജീവിതം ഇങ്ങനെ ഇളകണ സമയത്ത്, ജീവിതത്തിന്റെ അനിശ്ചിതത്വങ്ങളിൽ നമുക്ക് ജീവിക്കാൻ കൊതി തോന്നുന്ന വിധം നമ്മളെ ഇങ്ങനെ പിടിച്ചു നിർത്താനാണ് നമുക്ക് ബന്ധങ്ങൾ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും മഹാനായ മനുഷ്യരിൽ ഒരാളാണ് ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി. പഠിച്ചോ പറഞ്ഞത് ലോകത്തിന് മുഴുവൻ അനുഗ്രഹമായി തന്നതാണ്. ഈ ലോകത്തിന് മുഴുവനും അനുഗ്രഹം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ആ ജീവിതം? പക്ഷെ ആ ജീവിതത്തില് ഈ ലോകത്ത് നിന്ന് അധികം അനുഗ്രഹങ്ങളൊന്നും കിട്ടിയിട്ടില്ല. ബാപ്പയെ കണ്ടിട്ടേ ഇല്ല. ബാപ്പയെ കാണാത്തൊരു കുട്ടിയെ കുറിച്ച് ആലോചിച്ചു നോക്കൂ. അപ്പൊ മിക്കവാറും കുടുംബത്തിലുള്ള മറ്റാളുകൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും, എടാ നമ്മുടെ ആ കൊച്ചാപ്പയില്ലേ, കൊച്ചാപ്പ ഇങ്ങനെ നടക്കുന്നത് പോലെയായിരുന്നു നിന്റെ ബാപ്പ നടന്നിരുന്നത്. ആ കൊച്ചനില്ലേ ഈ കുട്ടിയും ഉമ്മയും ഒരു ദിവസം അങ്ങനെ ആ ഖബർ കണ്ട് തിരിച്ചു വരുന്നതിനിടയിൽ മരുഭൂമിയിൽ വെച്ച് ഉമ്മയും മരിച്ചു. ഉമ്മക്കാകെ 22 വയസ്സേ ഉള്ളൂ, 22 26 മറ്റോ വയസ്സേ ഉള്ളൂ. അത്രയും ചെറിയ പ്രായത്തിലുള്ള ഉമ്മ ഇങ്ങനെ മരുഭൂമിയിൽ പെടഞ്ഞ് മരിക്കുന്നത് കാണേണ്ടി വന്ന ആ 8 വയസ്സുള്ള കുട്ടിയെ കുറിച്ച് ആലോചിച്ചു. വാപ്പയും പോയി, ഉമ്മയും പോയി. പിന്നെ ഒരു ചേട്ടനില്ല, ഒരു അനിയനില്ല, ഒരു താത്തയില്ല, ആരുമില്ല. ഒറ്റയ്ക്ക് വളർന്നൊരു കുട്ടിയെ കുറിച്ചാണ് പഠിച്ചു പറഞ്ഞത് ഈ ലോകത്തിന് മുഴുവൻ അനുഗ്രഹം. ലോകത്ത് നിന്ന് ഒന്നും കിട്ടിയിട്ടില്ല അല്ലേ? അപ്പൊ നമ്മളൊക്കെ ആലോചിക്കില്ലേ, നമുക്ക് എന്താണ് ഉള്ളത് എന്ന് ആലോചിക്കും. സമ്പത്തിനെ കുറിച്ചാണ് മിക്കവാറും മനുഷ്യർ ആലോചിക്കുക. എന്തൊക്കെയാണ് ഉള്ളത് എന്നാലോചിക്കും. എന്തൊക്കെയാണ് ഉള്ളത് എന്ന് ആലോചിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടെ നല്ലത്
നമുക്ക് ആരൊക്കെ നമ്മൾ കാണുന്ന കാഴ്ചകളിൽ ഏറ്റവും രസമുള്ള കാഴ്ച നിങ്ങൾക്ക് ഏതാണ്? വെറുതെ ആലോചിച്ച് നോക്കൂ. നമ്മൾ കാണുന്ന കാഴ്ചകൾ, ഇപ്പൊ നമ്മളൊരു വണ്ടിയിൽ ഇങ്ങനെ പോകുന്നു, അല്ലെങ്കിൽ നമ്മുടെ ബൈക്കിൽ ഇങ്ങനെ യാത്ര ചെയ്യുന്നു, കാറിൽ യാത്ര ചെയ്യുന്നു, നമ്മൾ പുറത്ത് കാണുന്ന കുറേ കാഴ്ചകൾ ഉണ്ടാവും അല്ലേ? ആ കാഴ്ചയിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാഴ്ച ഏതാണെന്ന് വെറുതെ ഇങ്ങനെ ആലോചിച്ച് നോക്കൂ. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാഴ്ച എന്താണെന്നറിയോ? മനുഷ്യന്മാരുടെ ഇടയിലുള്ള ബോണ്ടിങ് ആണ് നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കാഴ്ച. വെറുതെ ബീച്ചിൽ പോയിട്ട് ഇങ്ങനെ നിന്ന് നോക്കുന്നുണ്ടോ, ആളുകളുടെ തമ്മിലുള്ള ഒരു ബോണ്ടിങ് ഇല്ല. കൈകൾ ഇങ്ങനെ കോർത്തിരിക്കുന്ന ഒരു ഭാര്യയും ഭർത്താവും, അല്ലെങ്കിൽ രണ്ട് സുഹൃത്തുക്കൾ, അവരൊന്നും മിണ്ടുന്നില്ല. ആ കടൽക്കരയിൽ അവർ വെറുതെ ഇരിക്കുകയാണ്. ആ കൈകൾ ഇങ്ങനെ കോർത്തിരിക്കുന്നവർ പരസ്പരം മിണ്ടുന്നുണ്ട്. വാക്കുകൾ കൊണ്ടല്ല എന്നേ ഉള്ളൂ. രണ്ട് ചങ്ങാതിമാരിങ്ങനെ ചായ കുടിച്ചിരിക്കുന്നത്, സുഹൃത്തിന്റെ തോളിൽ ഇങ്ങനെ കിടന്ന് കിടക്കയും യാത്ര ചെയ്യാനുള്ള വാഹനവും എല്ലാം ഒരാളായി മാറുന്ന അതിമനോഹരമായ ഒരു കാഴ്ചയാണ്. നിങ്ങൾ വെറുതെ ഇങ്ങനെ ശ്രദ്ധിച്ചു നോക്കുന്നുണ്ടോ? നമ്മുടെ കണ്ണിന് വല്ലാത്തൊരു കുളിർമയായിരിക്കും മനുഷ്യർ തമ്മിലുള്ള ബോണ്ടിങ് കാണുമ്പോൾ. ഒരു കുട ചൂടി ഇങ്ങനെ നടന്നു പോകുന്ന ഒരു അച്ഛനും മകളും, ഒരുമിച്ച് ഇങ്ങനെ നടന്നു പോകുന്ന ഒരു അച്ഛനും മോളും, അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും, എന്തൊരു മനോഹരമായ കാഴ്ചയാണ്. മനുഷ്യർക്കിടയിലുള്ള ബോണ്ടിങ് ആണ് ഭയങ്കര രസമുള്ളൊരു കാഴ്ച. അപ്പൊ നമ്മുടെ ജീവിതത്തിലേക്ക് പഠിച്ചോൻ തന്നിട്ടുള്ള ഈ മനുഷ്യന്മാരുണ്ടല്ലോ, ഈ 1, 2, 3 മനുഷ്യന്മാര്, ഈ മനുഷ്യന്മാർക്ക് നമുക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനം എന്താണെന്നറിയോ? ശരിക്കും പറഞ്ഞാൽ ഒറ്റ കാര്യമുള്ളൂ, അവരുടെ സമാധാനം തകർക്കാതിരിക്കുക എന്നുള്ളത്. സത്യം. നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന മനുഷ്യന്മാരുടെ കാര്യത്തിൽ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം അവരുടെ സമാധാനം തകർക്കാതിരിക്കുക എന്നുള്ളത്. മദർ തെരേസയെ കുറിച്ച് ഞാൻ ഈ അടുത്ത് വായിച്ചൊരു സംഭവമുണ്ട്. മദർ തെരേസയെ കുറിച്ച് എഴുതിയിട്ടുള്ള ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിന്റെ പേര് വളരെ മനോഹരമാണ് കേട്ടോ. നമ്മുടെ ഡയാലിസിസ് സെന്ററിൽ അതിന്റെ പുറത്തിങ്ങനെ എഴുതി വെക്കാവുന്ന പേരാണ്. അല്ലെങ്കിൽ പാലിയേറ്റീവിന്റെയോ ഡയാലിസിസ് സെന്ററിന്റെയോ ഒക്കെ പ്രവർത്തനത്തിന് വേണ്ടി ഇങ്ങനെ പോകുമ്പോൾ എങ്ങോട്ടാ പോകുന്നതെന്ന് ആരെങ്കിലും ചോദിച്ചാൽ അവർക്ക് കൊടുക്കാവുന്ന മറുപടിയാണ് ഈ പേര്. എന്താ പേരെന്നറിയോ? സംതിങ് ബ്യൂട്ടിഫുൾ ഫോർ ഗോഡ്. പഠിച്ചവന് വേണ്ടി ഭംഗിയുള്ള എന്തെങ്കിലും കുറച്ച്. നമ്മുടെ ഡയാലിസിസ് സെന്ററിന് മുമ്പിൽ ഇങ്ങനെ എഴുതി വെക്കാവുന്ന വാക്കാ ചുമരില്ലേ? എന്താ? ഈശ്വരന് വേണ്ടി എന്തെങ്കിലും ഭംഗിയുള്ള കുറച്ച് കാര്യങ്ങൾ അല്ലേ? അവിടെ 7 ആളുകൾ ഇങ്ങനെ ഡയാലിസിസ് ചെയ്യുന്നുണ്ട് ഓരോ ആഴ്ചയും വന്നിട്ട് അല്ലേ? ഡയാലിസിസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ. നമ്മുടെ ശരീരത്തിലെ മുഴുവൻ രക്തവും പുറത്തേക്ക് എടുത്തിട്ട് ശുദ്ധീകരിച്ച് അത് അകത്തേക്ക് കയറ്റുക. ചുരുക്കി പറഞ്ഞാൽ എന്താ? ജീവൻ കൊണ്ടുള്ള കളിയാണ്. അവിടെ 7 ജീവനുകൾ ഇങ്ങനെ ഓരോ ദിവസവും വന്ന് പെടയുന്നുണ്ട്. 7 മനുഷ്യര് നമ്മുടെ ആ ഡയാലിസിസ് സെന്ററിന്റെ അകത്തേക്ക് കയറിയിട്ട് അവരുടെ ജീവൻ ഇങ്ങനെ നിലനിർത്തുന്നുണ്ട്. അതിന്റെ കാരണം എന്താണെന്നറിയോ? ഈ നാട് കൊടുക്കുന്ന കാവലാണ് കേട്ടോ. ചെറിയ കാര്യമല്ല നിങ്ങളെ തുറന്നു വെച്ചിരിക്കണം. ഞാൻ അമ്പരം പോയി. കാരണം വലിയ വലിയ നഗരങ്ങളിലൊക്കെ നമ്മളിങ്ങനെ കാണും 2, 3 നിലയുള്ള ഡയാലിസിസ് സെന്ററുകളൊക്കെ കാണും. ഇതെവിടെ കാണുന്നതെന്നറിയോ? ഒരു ചെറിയ ഗ്രാമപ്രദേശത്തുള്ള മനുഷ്യർ, ഈ നാട്ടിലും ഈ നാടിന്റെ ചുറ്റുഭാഗത്തുള്ള മനുഷ്യരുടെ ജീവൻ നിലനിർത്താൻ വേണ്ടി അവർ തുറന്നു വെച്ചിരിക്കുന്ന കെട്ടിടമാണ്. അതൊരു കെട്ടിടമല്ല, അതൊരു കാഴ്ചപ്പാടാണ്. ഈ നാട് കൊടുക്കുന്ന ഒരു സന്ദേശമാണ്. ഈ നാട്ടിൽ ഇനി വരാനിരിക്കുന്ന മക്കളെ നിങ്ങളെ കുറിച്ച് എത്ര വലിയ അഭിമാനമായിരിക്കും അവർക്ക് ആലോചിച്ചു പോകും. ഈ നാടിനെ കുറിച്ച്, ഈ നായകരെ കുറിച്ച്, ഇതിന് നേതൃത്വം നൽകിയ മനുഷ്യരെ കുറിച്ച് നമ്മുടെ തലമുറയിലെ കുഞ്ഞുങ്ങൾക്ക് എത്ര വലിയൊരു അഭിമാനമായിരിക്കും എന്ന് നിങ്ങൾ വെറുതെ ആലോചിച്ച് നോക്കൂ. അപ്പൊ അതിന്റെ പുറത്തിങ്ങനെ എഴുതി വെക്കാവുന്ന പേരാ സംതിങ് ബ്യൂട്ടിഫുൾ ഫോർ ഗോഡ്. ഈശ്വരന് വേണ്ടി ഭംഗിയുള്ള എന്തെങ്കിലും കുറച്ച്. അപ്പൊ അത് മദറിന്റെ ഒരു പുസ്തകം. ആ പുസ്തകം എഴുതിയത് ഒരു ഇംഗ്ലീഷ് എഴുത്തുകാരനാണ്. അയാൾ ആ പുസ്തകം എഴുതുന്ന സമയത്ത് മദർ തെരേസയോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ബോറടിക്കണ്ടോ? പ്രസംഗമായി പോകണ്ടോ? ഉറക്കം വരുന്നുണ്ടോ? ഉറക്കം വരുന്നവരെ ഉറങ്ങിക്കോളും കേട്ടോ. കാരണം ഒരാൾ ഉറങ്ങുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ടോ. ചിലപ്പോൾ ഇന്നലെ ഉറങ്ങിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അസുഖങ്ങൾ ഉണ്ടാവും,
അങ്ങനെയൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് അയാളെ വിളിച്ചുണർത്തണ്ട കേട്ടോ. ഓരോ ആൾക്കും അവരുടേതായ ഒരു ജീവിതമുണ്ട് നമുക്കറിയാത്ത. അപ്പോൾ ഓക്കെ, അപ്പോൾ മദറിനോട് അയാൾ ചോദിക്കുകയാണ്, എന്താണ് മദർ തെരേസ ഈ ലോകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കും. മദർ തെരേസ ഇന്ത്യക്കാരിയല്ല, ശരിക്കും വേറൊരു രാജ്യത്ത് ജനിച്ചു വളർന്ന ആളാണ്. അൽബേനിയ എന്നാണ് രാജ്യത്തിന്റെ പേര്. അൽബേനിയ എന്ന രാജ്യത്ത് ജനിച്ചു വളർന്ന ആള് നമ്മുടെ നാട്ടിൽ വന്നിട്ട് കുഷ്ഠരോഗികളായ ആളുകളുടെ കൂടെയാണ് കഴിയുന്നത് കൽക്കത്തയിൽ. അപ്പൊ ആ മദറിനോട് ചോദിക്കണം, എന്താണ് നിങ്ങൾ ഈ ലോകത്ത് ചെയ്യുന്നത്? അപ്പൊ മദർ എന്താ പറഞ്ഞതെന്നറിയോ? മദർ പറഞ്ഞു, മോനെ, ഞാനൊരു ചെറിയ കാര്യമാണ് ചെയ്യുന്നത്. കുറച്ച് ആൾക്കാരുണ്ട്, അവർ അധിക കാലമൊന്നും ഈ ലോകത്ത് ജീവിക്കൂല, കാരണം അവർക്ക് വയ്യ. അങ്ങനെ വയ്യാത്ത കുറെ മനുഷ്യരുണ്ട്. അവരിങ്ങനെ മരിക്കുന്ന പുഞ്ചിരി ഞാൻ കാരണം നഷ്ടപ്പെട്ട് കിടക്കിയിരുന്നു. ആ സമയത്ത് എന്റെ ജീവിതത്തിലേക്ക് വന്ന പെൺകുട്ടിക്ക് അവളുടെ പഴയ പുഞ്ചിരി പോലും നഷ്ടപ്പെടുത്തിയ ആളാണ് ഞാൻ. എന്നോടാണ് മദർ പറയുന്നത്, വേറെ ആളുകൾക്ക് പുഞ്ചിരി കൊടുക്കണം. അയാൾ കരഞ്ഞുപോയി, അയാളുടെ ജീവിതം മാറി, അയാൾ പിന്നെ ഒരു സന്യാസിയായിട്ടൊക്കെ മാറുകയാണ്. മദറിന്റെ ഒറ്റ വാക്കാണ്, മനുഷ്യരെ പുഞ്ചിരിക്കാൻ സഹായിക്കൂ. ഖുർആനിൽ പഠിച്ചോ പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ വേറൊരു മനുഷ്യനെ കൊന്നാൽ, വധിച്ചാൽ, അന്യായമായി വധിച്ചാൽ, ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരെയും വധിച്ചതുപോലെയാണ്. ഒരാളെ കൊന്നാൽ ലോകത്തുള്ള എല്ലാവരെയും കൊന്നതുപോലെ. നിങ്ങൾ കേട്ടിട്ടില്ലേ? എന്നാൽ അതിന്റെ ശേഷം വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതെന്താണെന്നറിയോ? ആരെങ്കിലും ഒരാൾ വേറൊരാൾക്ക് ജീവൻ കൊടുത്താൽ ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാർക്കും ജീവൻ കൊടുത്തതുപോലെയാണ്. നമുക്ക് കഴിയും ജീവൻ കൊടുക്കാൻ? ആദ്യം പറഞ്ഞത് നമുക്ക് മനസ്സിലായി, ഒരാൾ കൊന്നാൽ വേറൊരാളെ കൊന്നാൽ ലോകത്തുള്ള എല്ലാവരെയും കൊന്നതുപോലെ. പക്ഷെ രണ്ടാമത് പറഞ്ഞതല്ല, ജീവൻ കൊടുത്താൽ ലോകത്തുള്ള എല്ലാവർക്കും ജീവൻ കൊടുത്തതുപോലെയാണ്. നമുക്ക് കഴിയോ ജീവൻ കൊടുക്കാൻ? കഴിയോ? അതാണ് അവിടെ നടക്കുന്നത്. നമ്മുടെ ഡയാലിസിസ് സെന്ററിൽ നടക്കുന്നത് എന്താണെന്നറിയോ? ജീവൻ കൊടുക്കുകയാണ്. ഒരു മനുഷ്യന്റെ സങ്കടത്തിന് പരിഹാരമാകാൻ നമ്മൾ ഏതെങ്കിലും ഒരു അർത്ഥത്തിൽ അയാളുടെ കൂടെ നിൽക്കുമ്പോൾ യഥാർത്ഥത്തിൽ ചെയ്യണം എന്താണെന്നറിയോ? നമ്മൾ അയാൾക്ക് ജീവൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അയാൾക്ക് ഇങ്ങനെ ജീവിക്കാനുള്ളൊരു ശ്വാസം കൊടുക്കുന്നത് പോലത്തെ പ്രവർത്തനമാണ് സത്യം പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത്. ജീവിതം പറയാൻ മറ്റുള്ള മനുഷ്യരുടെ മനസ്സിൽ ഇടങ്ങളുണ്ടോ? നേരത്തെ ഇന്നലെ രാത്രിയാണ് വന്നത്. ഇന്നലെ രാത്രി വന്ന് ഹിജാബക്കയുടെ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചു. നമ്മൾ സജിയുടെ വീട്ടിലിരുന്നു താമസിച്ചിരുന്നു. അദ്ദേഹം പോയോ? എവിടെ? അവിടെ ഉണ്ട്. ഇങ്ങനെ പോയെന്ന് വിചാരിച്ചിട്ട് തുടങ്ങിയതായിരുന്നു. അദ്ദേഹത്തിന് യാത്രയുണ്ട്. അപ്പൊ അദ്ദേഹം ഇങ്ങനെ പറയായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതത്തെ കുറിച്ച്. അദ്ദേഹം വീട് വെച്ചിരിക്കുന്ന കുറച്ച് ഉയരമുള്ള ഒരു സ്ഥലമാണ്. അപ്പൊ ഞങ്ങൾ അവിടെ ഇരുന്ന് ഇങ്ങനെ ചായ കുടിച്ചപ്പോ എന്നോട് പറഞ്ഞില്ല. അദ്ദേഹം ഇങ്ങനെ കുറച്ചു നേരം ഇങ്ങനെ ആലോചിച്ചു. എന്നിട്ട് അദ്ദേഹത്തിന്റെ ഒരു കഥ ഇങ്ങനെ പറഞ്ഞു വെക്കും. പാലക്കാട് ജില്ലയിൽ ജോലി ചെയ്യുന്ന വാപ്പ മകൾക്ക് വയ്യാന്നറിഞ്ഞിട്ട് ഓടി വന്നതായിരുന്നു. മഞ്ഞപ്പിത്തം ബാധിച്ച മകളുടെ അവസ്ഥ കുറച്ച് പ്രയാസകരമാണെന്ന് ഡോക്ടർ ഈ വാപ്പയോട് പറഞ്ഞപ്പോൾ ആ വാപ്പയുടെ മനസ്സ് ഉരുകിപ്പോയി. ആ ഷോക്കിൽ ആ വാപ്പയ്ക്ക് വല്ലാത്ത തരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടായി. അത് ഹാർട്ട് അറ്റാക്കിന്റെ അവസ്ഥയിലേക്ക് എത്തി. 48-ാമത്തെ വയസ്സിൽ ആ വാപ്പ മരിച്ചു പോവുകയാണ്, ഈ ലോകത്തുനിന്ന് പോവുകയാണ്. 48-ാമത്തെ വയസ്സിൽ വാപ്പ പോകുമ്പോൾ ഈ സജി വിദ്യാർത്ഥിയാണ്. വാപ്പ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ്. വാപ്പ നഷ്ടപ്പെട്ടതിന്റെ വേദന ഒരു ഭാഗത്ത്, കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ മറ്റൊരു ഭാഗത്ത്. നീ പഠിക്കാൻ അവനും മിടുക്കനുമാണ്, അവൻ ആഗ്രഹമുണ്ട്. പഠിക്കണം എന്ന ഒരു നിർദ്ദേശം പറയാൻ മാത്രമല്ല ചെയ്ത്, അതിനുള്ള എല്ലാം ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ആ ചെവിയിൽ സ്വകാര്യം പറഞ്ഞ ഒരാള് ഉമ്മയുടെ അനിയത്തിയായിരുന്നു. എഞ്ചിനീയറിംഗ് പാസ്സായി, നല്ല മാർക്കിൽ പാസ്സായി, ഇന്ത്യയിൽ പല ഭാഗങ്ങളിൽ ജോലി ചെയ്ത് അബുദാബിയിലേക്ക് ജോലിക്ക് പോകാനുള്ള കാരണം പെങ്ങളുടെ കല്യാണം നടത്തിയ, പെങ്ങളുടെ കല്യാണം ആയിരുന്നില്ല അല്ലെ, പെങ്ങളുടെ കല്യാണം നടത്തിയ പിന്നെ ബാധ്യതകളായിരുന്നു. 4 ലക്ഷം രൂപ. 2004 മറ്റോ ആണ് പെങ്ങളുടെ കല്യാണം. ആ 4 ലക്ഷം രൂപ പിന്നെ ഏറ്റെടുക്കാൻ, അത് വീട്ടാൻ അവനെ സംബന്ധിച്ചിടത്തോളം അന്നത്തെ ജോലി മതിയാവില്ല. എനിക്ക് അദ്ദേഹത്തിന്റെ കഥകളിങ്ങനെ കേട്ടപ്പോ ഉണ്ടായ ഒരു അവസ്ഥയുണ്ട്.
അവസാനം ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ഇങ്ങനെ മറ്റേ ജോലി അവൻ വിട്ട് നാട്ടിലേക്ക് വന്നു. ആ സമയത്താണ് ഇവിടെ സുനാമി നടക്കുന്നത്. അപ്പൊ ഇവൻ എന്താ പറയണമെന്ന് അറിയാം, എല്ലാ വീടുകളിലും കയറി ഇറങ്ങി സജീവ് ചങ്ങാതിമാരും ലോറിയിലാണ് സാധനങ്ങളുമായിട്ട് അഭയാർത്ഥി ക്യാമ്പിലേക്ക് പോകുന്നത്. വീടും കുടുംബവും നഷ്ടപ്പെട്ട മനുഷ്യർക്ക് ഭക്ഷണവുമായിട്ട് ആ ആളുകളെ സഹായിക്കണം. ആ സമയത്താണ് അവൻ ആ സന്തോഷ വാർത്ത വരുന്നത്. എന്താ സന്തോഷ വാർത്ത അറിയോ? 2500 ദിർഹംസുള്ള ജോലി ഉപേക്ഷിച്ച് അവന് പഠിച്ചുകൊണ്ട് കൊടുക്കുന്ന സമ്മാനം 13,500 ദിർഹംസ് ശമ്പളമുള്ള ജോലിയാണ്. ഒരു മനുഷ്യന്റെ ജീവിതാകെ മാറാൻ തുടങ്ങി. ഞാൻ അപ്പോഴൊക്കെ ആലോചിച്ചത് വേറൊരാളെ കുറിച്ചാണ്. നീ പഠിക്കണമെന്ന് അവന്റെ ചെവിയിൽ വന്ന് പറഞ്ഞ ഊർജ്ജസ്വലയായ ധീരയായ ആ ഉമ്മയുടെ അനിയത്തിയെ കുറിച്ചാണ്. ചുറ്റുമുണ്ട് കേട്ടോ. മനുഷ്യർക്ക് ജീവൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇതാണ്. അവരുടെ ഇങ്ങനെ നിസ്സഹായമായ നിമിഷങ്ങളുടെ അനക്കങ്ങളിൽ ചെന്ന് അവർക്കൊരു സാന്ത്വനം കൊടുക്കുന്ന പ്രവർത്തനമാണ് ജീവൻ കൊടുക്കുന്നത്. ആന്റോണി ഡി മെല്ലോ എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് എഴുത്തുകാരനുണ്ട്. ആന്റോണി ഡി മെല്ലോ. അദ്ദേഹത്തിന്റെ ഒരു കഥയുണ്ട്, പ്രയർ ഓഫ് ദ ഫ്രോഗ് എന്നാണ്. കുറെ കഥകളുള്ളൊരു പുസ്തകമാണ്. അതിലൊരു കഥ ഉണ്ട്. അത് 2 ചങ്ങാതിമാരുടെ കഥയാണ്. അതിലൊരു ചങ്ങാതി യുദ്ധത്തിന് പോയതാണ്. യുദ്ധത്തിന് പോയ ചങ്ങാതി തിരിച്ചു വരുന്നില്ല. യുദ്ധത്തിന് പോയ ഒരാൾ തിരിച്ചു വരുന്നില്ലെങ്കിൽ ഒരൊറ്റ അർത്ഥമുള്ള ഒരാൾ മരിച്ചിട്ടുണ്ടാവും. പക്ഷെ മറ്റേ ചങ്ങാതിക്ക് അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ചങ്ങാതിയെ തെരഞ്ഞുകൊണ്ട് പോവാ. അപ്പൊ ആളുകളൊക്കെ അവനോട് പറയുന്നുണ്ട്, എന്തിനാടാ പോണത്, നിന്റെ സുഹൃത്ത് മരിച്ചിട്ടുണ്ടാവും എന്ന്. പക്ഷെ ഇവനത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഇവന് ചങ്ങാതിയെ തെരഞ്ഞു പോയി തിരിച്ചു വരുമ്പോ പറഞ്ഞതുപോലെ തന്നെ ചങ്ങാതി മരിച്ചിട്ടുണ്ട്. ഈ മരിച്ച ചങ്ങാതിയുടെ ശരീരവുമായാണ് ഇവൻ തിരിച്ചു വരുന്നത്. അപ്പൊ ആളുകളൊക്കെ ഇവനോട് പറഞ്ഞു, ഞങ്ങൾ അപ്പോഴേ നിന്നോട് പറഞ്ഞില്ലേ ഇവ മരിച്ചിട്ടുണ്ടാവും. ഞങ്ങൾ പറഞ്ഞു, എനിക്കത് മതി. ഇനിയുള്ള ജീവിതം മുഴുവനും താണ്ടിക്കടന്നു പോകാൻ എനിക്ക് ആ വാക്കിന്റെ തുമ്പ് മതി. എന്താണെന്നറിയോ? അവൻ എന്നെ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, എനിക്കറിയായിരുന്നു നീ വരുമെന്ന്. എനിക്കറിയാമായിരുന്നു നീ വരുമെന്ന്. ഇവിടെ വനിതാ സംഘാടകരായ സുഹൃത്തുക്കൾ പറഞ്ഞില്ലേ അവർ ചെയ്യുന്ന സേവന പ്രവർത്തനങ്ങളെ കുറിച്ച്. ഒരു ജൂൺ മാസത്തില് മക്കളുള്ള ഒരമ്മ, നിസ്സഹായമായി നിൽക്കുന്ന ഒരമ്മ, ആ കുഞ്ഞുങ്ങളുടെ പഠനത്തെക്കുറിച്ച്, വസ്ത്രത്തെക്കുറിച്ച്, പുസ്തകത്തെക്കുറിച്ച്, അവർക്ക് വാങ്ങേണ്ട പേനയെ കുറിച്ച്, ബാഗിനെ കുറിച്ച്, കൊടയെ കുറിച്ചൊക്കെ ഇങ്ങനെ ആശങ്കപ്പെട്ട് നിൽക്കുമ്പോൾ നമ്മൾ ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ അവരുടെ മുന്നിലേക്ക് ചെല്ലുമ്പോൾ അവരുടെ മനസ്സിൽ പറയുന്ന വാക്കാണ് എന്ത്? എനിക്കറിയാമായിരുന്നു നിങ്ങൾ ഇവിടെ എത്തുമെന്ന്. അതാണ് നിസ്സഹായമായി നിൽക്കുന്ന സന്ദർഭങ്ങളിൽ മനുഷ്യർ നമ്മളിങ്ങനെ കാത്തിരിക്കുക എന്ന് പറയില്ല, അതൊരു ഭയങ്കര സംഭവമാണ്. ഞാൻ 2011 ഉംറയ്ക്ക് പോയത്, മക്കയില് ഉംറയ്ക്ക് പോയത്. ഹജ്ജും ഉംറയും, ഹജ്ജ് വലിയൊരു ചടങ്ങാണ്, ഉംറ ചെറിയ ചടങ്ങാണ്. അപ്പൊ ഉംറയ്ക്ക് പോയത് ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കൂടെയാണ് 2011 പോയത്. അപ്പോൾ നോമ്പ് മാസത്തിലാണ് പോണത്, റംസാനിൽ ഉംറ എന്ന് പറയുന്നത് നല്ല തിരക്കായിരുന്നു. ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും മനുഷ്യന്മാർ വരില്ലേ. അപ്പൊ ഈ കഅബ കണ്ടിട്ടുണ്ടാവില്ല, കഅബ ഈ മക്കയിലെ ആ സ്ക്വയർ, ആ കറുത്ത സ്ക്വയർ, അതിലൊരു പ്രത്യേക സ്ഥലമുണ്ട്. അവിടെ ടിച്ച് പ്രാർത്ഥിക്കണം. അതൊരു ചെറിയ സ്ഥലമാണ്. കഅബയുടെ വാതിലിന്റെയും ഹജറുൽ അസ്വദിന്റെയും ഇടയിലുള്ള ചെറിയൊരു സ്പേസാണ്. അപ്പൊ ആ സ്ഥലം കിട്ടാൻ വേണ്ടി ആളുകളൊക്കെ ഇങ്ങനെ ഭയങ്കര ഒരു ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അവിടെ കിട്ടൂല, അത്രയും തിരക്ക് വരികയും. നോമ്പിനുമല്ല ഞങ്ങൾ പോകണം, അപ്പൊ തിരക്ക് കൂടും. പ്രാർത്ഥിച്ച് ഞങ്ങൾ തിരിച്ചു പോരാണ്. തിരിച്ചു പോരുമ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, നീ എന്താണ് പ്രാർത്ഥിച്ചത്? അപ്പൊ അവൻ എന്നോട് ചോദിച്ചു, കേൾക്കണം. പിന്നെ അവരോട് സഹവസിക്കുന്ന മനുഷ്യന്മാരുണ്ടാവും. ആ മനുഷ്യന്മാർക്ക് ഒരു പ്രശ്നം വന്നാൽ അവരെന്റെ മക്കളെ തേടി വരണം. അവർക്കൊരു ആവശ്യം വന്നാൽ എൻ്റെ കുഞ്ഞുങ്ങളുടെ അടുത്ത് അവർ ഓടി വരണം എന്നാണ് ഞാൻ പഠിച്ചവനോട് പ്രാർത്ഥിച്ചത് എന്നാണ് ആ അച്ഛൻ, ആ പിതാവ്, ആ ഉപ്പ നേരത്തെ ഇവിടെ അതിനെ കുറിച്ച് സൂചിപ്പിച്ചു.
പണ്ടൊക്കെ നമ്മുടെ ഈ പാലിയേറ്റീവിന്റെ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ സ്വന്തമായി വാഹനമൊന്നും ഉണ്ടാവില്ല. ഇന്നിപ്പോ കുറേയൊക്കെ സൗകര്യങ്ങളായി ഇല്ലേ? അതിന്റെ തുടക്കകാലത്ത് സ്വന്തമായി വാഹനം പോലും ഉണ്ടാവില്ല. അപ്പൊ ഈ ആളുകള് തിരഞ്ഞ് അന്വേഷിക്കണം, എവിടെയെങ്കിലും വയ്യാത്ത ആളുകളുണ്ടോ എന്ന് അന്വേഷിച്ചു പോകണം. അങ്ങനെ ഇവർ അന്വേഷിച്ചു പോയി ഒരു സ്ഥലത്ത് ഒരു ആള് നട്ടെല്ല് പൊട്ടിക്കിടക്കുന്നുണ്ട്. ഒരു ബാബു എന്നാണ് വിളിക്കുന്നത്. ബാബു നട്ടെല്ല് പൊട്ടിക്കിടക്കുക. ബാബുവിന് അമ്മയും ഉണ്ട്. ഇവർ രണ്ടാളും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ പാലിയേറ്റീവിന്റെ സുഹൃത്തുക്കള് ആ വീട്ടിലേക്ക് പിന്നെ എല്ലാ പ്രാവശ്യവും പോവും. അവർക്ക് വേണ്ട ഭക്ഷണം കൊടുക്കും, അവർക്ക് വേണ്ട മരുന്ന് എത്തിച്ചു കൊടുക്കും, എല്ലാം എത്തിച്ചു കൊടുക്കാൻ തുടങ്ങി. അപ്പൊ ഒരു ദിവസം ബാബു ഇല്ലേ നമ്മുടെ ഈ സുഹൃത്തിന്റെ കയ്യിലേക്ക് ഒരു കുപ്പി കൊടുത്തു. ഒരു കുപ്പി. എന്നിട്ട് പറഞ്ഞു, യൂനിസ് എന്നാണ് നമ്മുടെ ചങ്ങാതിയുടെ പേര്. യൂനിസിനോട് പറഞ്ഞു, യൂനിസ് ഈ കുപ്പി എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് കളയണം. കുട്ടികൾക്കൊന്നും കിട്ടാത്ത ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് കളയണം എന്നാണ്. അപ്പൊ യൂനിസ് ഇങ്ങനെ നോക്കിയിട്ട് ചോദിച്ചു, ഇതെന്താണ് ബാബു, ഇതെന്താണെന്ന് ചോദിച്ചു. ബാബു എന്താ പറഞ്ഞെന്നറിയോ? യൂനിസ്, എനിക്ക് ഒരമ്മയും ഞങ്ങൾക്ക് ആകെ ഒരു പശുവാണുള്ളത്. ആ പശുവോ അമ്മയോ ഒരു ദിവസം ഇല്ലാതായാൽ എടുത്തു കുടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ തലയിണയുടെ തൊട്ടടുത്ത് വെച്ചിട്ടുള്ള വിഷത്തിന്റെ കുപ്പിയാണ്. പക്ഷെ ഇനി എനിക്കത് ആവശ്യമില്ലല്ലോ, നിങ്ങൾ വരുന്നുണ്ടല്ലോ. ഇതാണ് അഭയം എന്ന് പറയുന്നത്. ഭയം എന്നുള്ള വാക്കിന് കൊടുക്കാവുന്ന ഏറ്റവും നല്ല വിപരീതമാണത്. എന്ത്? അഭയം. കാരണം ഒരു അഭയം ഉണ്ടെങ്കിൽ മനുഷ്യന് പേടിയില്ല അല്ലേ? ഇവിടെ ഇങ്ങനെ ഒരു സെന്ററും അതിന്റെ പ്രവർത്തകരുണ്ട് എന്നുള്ള യാതാവുകയാണ്. ഭയമില്ല പിന്നെ ഇവിടെ. അതെങ്ങനെയാണെന്നറിയോ? നമ്മള് അതിനുവേണ്ടി ഇറങ്ങുമ്പോഴാണ് സംഭവിക്കുക. ഇത് ആരെങ്കിലും ചെയ്യുമെന്ന് വിചാരിച്ച് കാത്തിരിക്കേണ്ടതല്ല, നമ്മൾ ഒരുമിച്ച് ചെയ്യേണ്ട കാര്യമായി. നമ്മുടെ ഈ ഭാരതീയ പൈതൃകത്തില് ആ ചടങ്ങിന്റെ പേര് ഉപനയനം എന്നാണ്. കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു വീട് ഉണ്ടാവും, നമ്മുടെ പാട്ടിലൊക്കെ ഉണ്ട്. ഉപനയനം ചെയ്യും ഉഷസ്സിന് കൗമാരം എന്ന് നമ്മുടെ വിയറ്റ്നാം കോളനിയിൽ ഒരു പാട്ടുണ്ട്. ഉപനയനം എന്നാണ്. ഉപനയനം അതൊരു ചടങ്ങാണ്. ആ ചടങ്ങിന്റെ സമയത്ത് ചടങ്ങ് എന്താണ്? കുട്ടിയെ സന്യാസത്തിലേക്ക് പറഞ്ഞയക്കുന്ന ചടങ്ങാണ് കേട്ടോ. ഇനി ആ കുട്ടി അച്ഛനുള്ളതല്ല, അമ്മയ്ക്കുള്ളതല്ല, കോടാനുകോടി മനുഷ്യർക്കുള്ളതാണ്. ലോകം എന്നാണ്. ജിത്ത് എന്ന് പറഞ്ഞാൽ ജയിച്ചടക്കി എന്നാണ്. എന്ന് പറഞ്ഞാൽ ലോകം മുഴുവനും കിട്ടിയ ആള് എന്ന് ആരെ കുറിച്ചാ പറയണ? എല്ലാം നഷ്ടപ്പെട്ട ആളെ കുറിച്ച്. നഷ്ടപ്പെട്ട ആളല്ല, നഷ്ടപ്പെടുത്തിയ ആളാണ്. അതാണ് വ്യത്യാസം. നഷ്ടപ്പെട്ട ആളല്ല, നഷ്ടപ്പെടുത്തിയ ആളാണ്. രണ്ടും വ്യത്യാസമുണ്ട് അല്ലേ? നഷ്ടപ്പെടുന്നത് നമ്മൾ അറിയാതെ സംഭവിക്കുന്നതാണ്, നഷ്ടപ്പെടുത്തുന്നതോ നമ്മുടെ തീരുമാനമാണ്. അപ്പൊ എല്ലാം നഷ്ടപ്പെടുത്തിയ ഒരു അച്ഛനെ കുറിച്ച് പറയുന്നത് അയാൾ ലോകത്തെല്ലാം നേടിയ മനുഷ്യനാണ്. ഒരു ആളെ കുറിച്ച് ഞാൻ ഈ അടുത്ത് വായിച്ചു. അദ്ദേഹം ജീവിച്ചത് ഇറാഖിലാണ് കേട്ടോ, ഇറാഖിലാണ്. അയാളുടെ ഏറ്റവും വലിയ ആഗ്രഹം ഹജ്ജിന് പോകണമെന്നായിരുന്നു. ആ തീർത്ഥാടനം ചെയ്യണമെന്നാണ് അയാളുടെ ഏറ്റവും വലിയ ആഗ്രഹം. പക്ഷെ അയാളുടെ കയ്യിൽ അതിനുള്ള പൈസയൊന്നുമില്ല. അയാളുടെ ചെരുപ്പ് കുത്തിയാണ്. അങ്ങനെ ചെരുപ്പ് കുത്തി കിട്ടുന്ന പൈസയിൽ നിന്ന് കുറച്ച് ഇങ്ങനെ എടുത്തു വെച്ച് ഹജ്ജിന് പോകാനുള്ള പൈസയായി. യാത്രക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കൂട്ടത്തിൽ ഒരു കാര്യം കൂടി ചെയ്യണം. എല്ലാ മനുഷ്യരുടെ അടുത്ത് ചെന്നിട്ട് മാപ്പ് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കണം, മാപ്പ് കൊടുക്കാനുണ്ടെങ്കിൽ കൊടുക്കണം, മനുഷ്യരായിട്ടുള്ള എല്ലാ ഇടപാടുകളും തീർക്കണം. അതെല്ലാം കഴിഞ്ഞ് അദ്ദേഹം യാത്ര പോകാൻ ഒരുങ്ങി നിൽക്കുന്ന സമയം കേട്ടോ. ഇനി 1-2 ദിവസം കഴിഞ്ഞാൽ പോവും. ആ സമയത്ത് ഒരു ദിവസം അദ്ദേഹത്തിന്റെ മകൻ എന്നെ കരഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പൊ വാപ്പ ചോദിക്കുകയാണ്, എന്ത് പറ്റി മോനെ? മോന് പറയാ, വാപ്പ നമ്മുടെ അപ്പുറത്തെ വീടില്ലേ, വയലിന്റെ കരയിലുള്ള വീടില്ലേ, അവിടുത്തെ ആൾക്കാര് ആടിന്റെ മാംസം കഴിക്കണം. ആ വീട്ടിലേക്ക് ചെന്നിട്ട് അവരോട് സലാം പറഞ്ഞിട്ട് അവരോട് ചോദിച്ചു, നിങ്ങള് ഇവിടെ ആടിന്റെ മാംസം വെച്ചു എന്ന് കേട്ടിട്ടുണ്ട്. ആ വെച്ചിട്ടുണ്ട്. അപ്പൊ എന്റെ കുട്ടികളോട് വന്നിട്ട് ചോദിച്ചിരുന്നോ? ആ ചോദിച്ചിരുന്നോ. നിങ്ങൾ എന്റെ കൊടുക്കാതിരുന്നു. അവന് വല്ലാതെ കരയുന്നുണ്ട്. ഇനി വാങ്ങിക്കൊടുക്കാൻ എന്റെ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ടാണ്. ഒരു പീസ് കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അതിനൊരു കഷ്ണം കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പൊ അവിടുത്തെ ഉമ്മയില്ല, ആ വീട്ടിലെ ഉമ്മ ഇങ്ങനെ കരഞ്ഞു. അവര് പറഞ്ഞു, ഒന്നും വിചാരിക്കരുത്, നിങ്ങളെ കുട്ടി വന്നിട്ട് ചോദിച്ചിരുന്നു. പക്ഷെ ഞങ്ങൾ കൊടുക്കാതിരുന്നത് എന്തുകൊണ്ടാണെന്നറിയോ?
ഇത് അടുത്ത ഒരു, കാരണം ഞങ്ങള് കുറെ ദിവസമായിട്ട് പട്ടിണിയായിരുന്നു. ആരോട് പറയാതിരുന്നാണ്. പട്ടിണിയായി ഞങ്ങൾക്കിത് കഴിക്കാം, പക്ഷെ നിങ്ങൾക്കിത് കഴിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ഞങ്ങൾക്കിത് ഹലാലാണ്, പക്ഷെ നിങ്ങൾക്കിത് ഹറാമാണ്. അതുകൊണ്ടാണ് നിങ്ങളെ കുട്ടികൾ കൊടുക്കാതിരുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ ഇയാളെന്താ ചെയ്യുന്നത് അറിയോ? അഹമ്മദ് അഷ്ഫാഖ് എന്ന ആ ചെരുപ്പ് കുത്തിയായ മനുഷ്യൻ വീട്ടിലേക്ക് ഓടിപ്പോയി. എന്നിട്ടേ ഹജ്ജിന് വേണ്ടി എടുത്തു വെച്ച പൈസ ഇല്ലേ, അത് മുഴുവനും കൊണ്ടുവന്നിട്ട് ഈ ഉമ്മാന്റെ കയ്യിലേക്ക് കൊടുത്തു. അപ്പൊ ഉമ്മ പറഞ്ഞു, ഞാൻ വാങ്ങൂല, എന്തായാലും വാങ്ങൂല. നിങ്ങൾ ഹജ്ജിന് പോകാൻ എടുത്തു വെച്ച പൈസ ഇല്ലേ, ഞാനതിൽ തൊടൂല, നിങ്ങൾ ഹജ്ജിന് പോയി വരുമെന്നത്. അപ്പൊ അയാൾ ചോദിച്ചു, എന്ത് ഹജ്ജ്? എന്റെ തൊട്ടടുത്ത മനുഷ്യന്മാരിങ്ങനെ പട്ടിണി കിടക്കുമ്പോ ഞാൻ മക്കയിലേക്ക് ഓടുന്നതാകൂല എന്റെ പഠിച്ചോനിഷ്ടം. ഇതാണ് എന്റെ ഹജ്ജ്. ഈ കുടിലാണ് എന്റെ കഅബ എന്ന് പറഞ്ഞിട്ട് അയാളെ വീട്ടിൽ നിന്ന് ഇറങ്ങി നടക്കുകയാണ്. അതാ മിത്സുഷി എന്ന് പറയുന്നൊരു ആളെ കുറിച്ച് ഞാൻ ഈ അടുത്ത് വായിച്ചു. ജപ്പാനിലെ ഒരു ബുദ്ധമത പണ്ഡിതനാണ് കേട്ടോ, ബുദ്ധമത പണ്ഡിതൻ. അയാളുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരുന്നു അറിയാം? ബുദ്ധമതത്തിന്റെ ഗ്രന്ഥങ്ങളിലെ അത് ജപ്പാനിന്റെ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം. ജാപ്പനീസ് എന്നാണ് പറയുന്നത്. ജാപ്പനീസ് ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാന്നുള്ളത് ഇയാളുടെ ഏറ്റവും വലിയ ആഗ്രഹം. പക്ഷെ പൈസ വേണം. അയാളുടെ കയ്യിൽ പൈസ ഒന്നുമില്ല. അപ്പൊ അയാൾ ഓരോ വീടുകളിലും കയറി ഇറങ്ങിയിട്ട് പൈസ ശേഖരിച്ചു. എന്തിന്? പുസ്തകം ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ 10,000 രൂപ, ഒരു ഏകദേശ കണക്ക് പറഞ്ഞാൽ 10,000 രൂപയാണ് വേണ്ടതെങ്കിൽ 10,000 രൂപയും കിട്ടി. അപ്പൊ അതിന്റെ പണിയൊക്കെ തുടങ്ങാം, ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള പണികളൊക്കെ തുടങ്ങാം. അങ്ങനെ പണിയൊക്കെ തുടങ്ങാൻ ഒരുങ്ങി നിൽക്കുന്ന സമയത്ത് അവിടെ ഒരു പ്രളയം ഉണ്ടായി. ജപ്പാനിൽ പ്രളയം ഉണ്ടായപ്പോൾ കുറെ ആളുകൾക്ക് വീട് നഷ്ടപ്പെട്ടു. ആ വീട് നഷ്ടപ്പെട്ട ആളുകൾക്ക് വീട് വേണം. അപ്പോ അതിന് കുറെ ആളുകൾ ഇറങ്ങിയപ്പോ ഈ പൈസ ഇല്ലേ അതിലേക്ക് കൊടുത്തു, വീടുണ്ടാക്കാൻ കൊടുത്തു. ട്രാൻസ്ലേഷൻ നടന്നില്ല. പിറ്റേ വർഷവും ഇതേപോലെ അദ്ദേഹം ഓരോ വീടുകളിൽ കയറി ഇറങ്ങി പൈസ ഉണ്ടാക്കി. ഈ പുസ്തകം ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള വഴികളൊക്കെ നോക്കുന്നതിനിടയിൽ അവിടെ ഒരു ഭൂകമ്പം ഉണ്ടായി. ഭൂകമ്പം ഉണ്ടായപ്പോഴും കുറെ ആളുകൾക്ക് വീട് നഷ്ടപ്പെട്ടില്ലേ, ആ ഫണ്ടില്ലേ പൈസ ആ വീടുണ്ടാക്കാനുള്ള ഫണ്ടിലേക്ക് കൊടുത്തു. 3-ാമത്തെ വർഷവും ഇതേപോലെ അദ്ദേഹം പൈസ ശേഖരിച്ചു. ഭൂകമ്പവും പ്രളയവും ഒന്നും ഉണ്ടായില്ല. ട്രാൻസ്ലേഷന്റെ പണിയൊക്കെ നടന്ന് പുസ്തകം ഇറങ്ങി. ഗീത അല്ലെങ്കിൽ ഖുർആൻ, രാമായണം, മഹാഭാരതം എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ ഓരോ വിശ്വാസികൾക്ക് അവർക്ക് പുണ്യഗ്രന്ഥം ഉണ്ടല്ലോ, അതേപോലെയുള്ള അദ്ദേഹത്തിന്റെ പുണ്യഗ്രന്ഥം അദ്ദേഹം ഇറക്കി. ആ പൈസ ഉണ്ട്. എന്നിട്ട് അതിന്റെ തുടക്കത്തിൽ അദ്ദേഹം എഴുതി വെച്ചതെന്നറിയോ? അതിന്റെ തുടക്കത്തിൽ അദ്ദേഹം എഴുതി വെച്ചു, പ്രിയപ്പെട്ടവരെ, ഇത് ഇപ്പൊ നിങ്ങളുടെ കയ്യിലുള്ള ഈ പുസ്തകം ഇതിന്റെ 3-ാമത്തെ പതിപ്പാണ്. 1-ാമത്തെ പതിപ്പും 2-ാമത്തെ പതിപ്പും പുസ്തകങ്ങളായിട്ടല്ല നിങ്ങളുടെ കയ്യിലേക്ക് വന്നത്, സ്നേഹമുള്ള കാരുണ്യമുള്ള പ്രവർത്തനങ്ങളായിട്ടാണ്. 3-ാമത്തെ പതിപ്പ് പുസ്തകമായിട്ടും വരുന്നു. മനസ്സിലായില്ലേ? 3-ാമത്തെ പതിപ്പ് പുസ്തക രൂപത്തിലും 1-ാമത്തെയും 2-ാമത്തെയും പതിപ്പ് കാരുണ്യമുള്ള സേവനങ്ങളുടെ രൂപത്തിലും നിങ്ങളുടെ കയ്യിലേക്ക് വന്നിട്ടുണ്ട്. എന്താണ് മതം, വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിങ്ങനെ ഒരാൾ ഉള്ളിൽ ശേഖരിച്ചു വെക്കേണ്ട കുറെ കാര്യങ്ങളല്ല. അയാളിലൂടെ മനുഷ്യര് അനുഭവിക്കുന്ന ഒരു സാന്ത്വനമുണ്ട്. അതാണ് ശരിക്കുള്ള വിശ്വാസവും മതവും ഒക്കെ. പണ്ട് കാലങ്ങളിൽ നമ്മുടെ വീടിന്റെ പടിപ്പുരയിലേക്ക് ഇങ്ങനെ വന്നിട്ട് നമ്മുടെ ഹൈന്ദവ തറവാടുകളിലെ ആളുകൾ ഉറക്കം വിളിച്ചു ചോദിച്ചിരുന്നു, അത്താഴ ഭക്ഷണിക്കാരുണ്ടോ? അല്ലെ? നമ്മുടെ നാട് കേട്ട ഏറ്റവും മനോഹരമായ കവിതയായിരുന്നു അത്. ഇവിടെ വീടിന്റെ പടിവാതിലിൽ വന്നിട്ട് ഉറക്കം വിളിച്ചു ചോദിക്കും. അപ്പൊ ഇന്നത്തെ കാലത്താണെങ്കിൽ നമ്മൾ ഗേറ്റിന്റെ അടുത്ത് വന്നിട്ട് ഉറക്കം വിളിച്ചു ചോദിക്കുകയാണ്, എന്ത്, ഇവിടെ ആരെങ്കിലും പട്ടിണി കിടക്കുന്നുണ്ടോ? ഇതെന്താണെന്നറിയോ? അന്ന് പഴയ കാലത്തെ അതെന്താണെന്നറിയോ? ആ നാട്ടിലുള്ള മുഴുവൻ ആളുകളുടെയും പട്ടിണി മാറ്റാൻ കഴിയില്ല, എന്തായാലും കഴിയില്ല. പക്ഷെ നമ്മുടെ ശബ്ദം കേൾക്കുന്ന സ്ഥലത്ത് ഒരാൾ പട്ടിണി കിടക്കരുത് എന്നുള്ള നിർബന്ധ ബുദ്ധിയായിരുന്നു അത്. നമ്മുടെ ശബ്ദം കേൾക്കുന്ന സ്ഥലത്ത് ഒരാൾ പട്ടിണി കിടക്കരുത്. അതുകൊണ്ട് ശബ്ദം കേൾക്കുന്ന അത്രയും ദൂരേക്ക് ഉറക്കം വിളിച്ചു ചോദിക്കുകയാണ്, ഇവിടെ ആരെങ്കിലും പട്ടിണി കിടക്കുന്നുണ്ടോ? ഇവിടെ നിങ്ങളുടെ നാടിനടുത്ത്
കൊച്ചു കുഞ്ഞു ഉപദേശി എന്ന് പറയുന്ന ഒരു ക്രിസ്തീയ ഗാനങ്ങൾ എഴുതുന്ന ഒരാളുണ്ട്. കറക്റ്റ് സ്ഥലം എനിക്ക് അറിയില്ല. കൊച്ചു കുഞ്ഞു ഉപദേശി എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. ക്രിസ്തീയ ഭക്തിഗാനം, ഇന്നും വളരെ ഫേമസ് ആയിട്ടുള്ള ഭക്തിഗാനങ്ങളൊക്കെ എഴുതിയത് അദ്ദേഹമാണ്. അദ്ദേഹത്തിന് ഒരു ചെറിയ വീടാണ്. ആ വീടിന്റെ പുറത്ത് കുറച്ച് അപ്പുറത്തെ ഒരു വഴിയിൽ അദ്ദേഹം ഇങ്ങനെ ഒരു ബോർഡ് എഴുതി വെച്ചിരുന്നു. അത്ര എന്താ ബോർഡ് എന്നറിയോ? ഈ വഴിയിലൂടെ ആരും വിശന്നുകൊണ്ട് നടന്നു പോകരുത്, വിശക്കുന്നുണ്ടെങ്കിൽ ആ ചെറിയ വീട്ടിലേക്ക് കയറിക്കോളൂ, എൻ്റെ വീടാണ്, അവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുള്ള ഭക്ഷണം ഞങ്ങൾ തരാം. അതാണ് ജീവൻ കൊടുക്കുക എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. നമ്മൾ തുടങ്ങിയത് ഒരു പ്ലാസ്റ്റിക്കിന്റെ പൂവിനെ കുറിച്ച് പറഞ്ഞിട്ട്, ഈ പ്ലാസ്റ്റിക്കിന്റെ പൂവിനെ കുറിച്ച് പറഞ്ഞത് ഒറ്റ കാര്യം പറയാനാണ്. പ്ലാസ്റ്റിക്കിന്റെ പൂക്കൾ പാടില്ല. പ്ലാസ്റ്റിക്കിന്റെ പൂക്കൾ കൊഴിയുകയോ നിറം മാറുകയോ ഒന്നും ചെയ്യില്ല. ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. ഇത് അടുത്ത കൊല്ലം ഇതേപോലെ തന്നെ ഉണ്ടാവും ഏകദേശമൊക്കെ, അല്ലേ? പക്ഷെ യഥാർത്ഥത്തിലുള്ളൊരു പൂവായിരുന്നു എങ്കിൽ അങ്ങനെയൊന്നും സംഭവിക്കില്ല. അത് കേടുവരും, അത് കൊഴിയും, അത് വാടും, തളരൊക്കെ ചെയ്യും. നമ്മൾ മനുഷ്യർ അങ്ങനെയാണ്. അതാണ് നമ്മുടെ ഉള്ളിൽ മനസ്സ് എന്ന ഒന്നുണ്ട്. ആ മനസ്സിന്റെ വേദനകളും മുറിവുകളും നമ്മളെ അലട്ടിക്കൊണ്ടേയിരിക്കും. ഇപ്പൊ എൻ്റെ കൈ ഇവിടെ അറിയാതെ തട്ടിപ്പോയി എന്ന് വിചാരിച്ചു. ഇവിടെ അറിയാതെ തട്ടിപ്പോയാൽ എനിക്കൊരു ചെറിയ വേദന ഉണ്ടാവുള്ളൂ, അല്ലേ? എന്നാൽ ഈ തട്ടിയ ഭാഗത്തിന് വലിയ മുറിവുണ്ട് എങ്കിലോ? ഈ തട്ടിയ ഭാഗത്തൊരു വലിയ മുറിവുണ്ടായിരുന്നെങ്കിൽ ഞാനിവിടെ കിടന്നിങ്ങനെ പെടയുമല്ലോ. ഇതേപോലെ മുറിവ് മനസ്സിലുള്ള മനുഷ്യന്മാരെ കുറിച്ച് ആലോചിച്ചു. അവരെത്ര പെടയുന്നു? ഇത്രയും ചെറിയ കാര്യത്തിനാണോ നീ ഇങ്ങനെ സങ്കടപ്പെടുന്നത് എന്ന് ചോദിക്കും ചില ആളുകൾ. അവർക്കത് ചെറിയ കാര്യമല്ല. ഇപ്പൊ ചില ആളുകൾ മനസ്സിന്റെ വിഷമങ്ങളുള്ള ഡിപ്രഷനും ഒക്കെയുള്ള ആളുകൾ ഉണ്ടാവില്ലേ, അവരോട് നമ്മൾ ചെന്നിട്ട് എന്താ പറയാ? ഇതൊക്കെ നിന്റെ തോന്നലാണ് എന്ന്. അതാണ് അവരോട് പറയാവുന്ന ഏറ്റവും ക്രൂരമായ വാക്ക്. തോന്നലല്ല അത്. പനിയുള്ളൊരു മനുഷ്യനെ പോലെ നമ്മൾ തൊട്ടു നോക്കിയാൽ ചൂടുണ്ടാവില്ലേ? പക്ഷെ ഉള്ളിൽ അത്രയും ഡിപ്രഷൻ അനുഭവിക്കുന്ന ഒരാളുടെ ഉള്ളിലെ വേദന അറിയാൻ നമുക്ക് മാർഗമില്ല. ഒരു സ്കാനിങ്ങിലും കണ്ടെത്താനാകാത്ത ചതവും മുറിവുമുള്ള മനുഷ്യന്മാരെ. ലോകത്തെ ഏറ്റവും ഭാരമുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ അവര് പറയും അവരുടെ മനസ്സാണ്. അപ്പൊ നമ്മൾ അവരോട് ചെന്നിട്ട് പറയാം, ഇത്രയൊക്കെ സൗകര്യങ്ങൾ ഉണ്ടായിട്ടും, അല്ലെങ്കിൽ ഇത്രയൊക്കെ പൈസ ഉണ്ടായിട്ടും, അല്ലെങ്കിൽ ഇത്രയൊക്കെ ആൾക്കാർ കൂടെ ഉണ്ടായിട്ടും നീ എന്തിനാണ് സങ്കടപ്പെടുന്നത് എന്ന് ചോദിക്കില്ലേ? ആ ചോദ്യം ക്രൂരമാണ്. കാരണം ഇത്രയൊക്കെ വായു ഉണ്ടായിട്ടും ശ്വാസം മുട്ടുന്ന ആളുകളില്ലേ? വായു കഴിഞ്ഞിട്ടാണ്. വായു ലോകത്ത് ഇത്രയേറെ ഇല്ലേ? എന്നിട്ടും ശ്വാസം മുട്ടുന്ന മനുഷ്യന്മാരെ പോലെയാണ് എല്ലാം ഉണ്ടായിട്ടും സന്തോഷം കണ്ടെത്താനാവാത്ത മനുഷ്യന്മാരെന്ന് പറഞ്ഞാൽ. ചില ആളുകൾ ചെന്നിട്ട് പറയും, നിനക്ക് ദൈവബോധമില്ലായിട്ടാണ്, പഠിച്ചോനെ കുറിച്ച് ഓർക്കാഞ്ഞിട്ടാണ്, കുറെ നിസ്കരിച്ചോ, നോമ്പ് നട്ടോ എന്നൊക്കെ പറയും. അവർക്കൊന്നും ആഗ്രഹമുണ്ട്, ചെയ്യാൻ കഴിയില്ല. അതാണ് ആ അവസ്ഥ എന്ന് പറയുന്നത്. ചെയ്യാൻ കഴിയാത്ത ഒരാളുടെ അവസ്ഥ എന്തായിരിക്കും? ചെയ്യാത്ത ആളല്ല, ഡിപ്രഷൻ അനുഭവിക്കുന്ന ആളുകളില്ലേ, അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അതെന്തുകൊണ്ടാണെന്നറിയോ? ചെയ്യാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, ചെയ്യാൻ കഴിയൂല. ചെയ്യാൻ കഴിയാത്തൊരു മനുഷ്യൻ എന്ത് ചെയ്യും? പഠിച്ചോനെ കുറിച്ച് ആലോചിക്കണം, അല്ലെങ്കിൽ ഈശ്വര വിചാരം ഉണ്ടാവണം, നിസ്കരിക്കണം, പ്രാർത്ഥിക്കണം എന്നൊക്കെ അവര് നമ്മളെക്കാളധികം ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ചെയ്യാൻ കഴിയണ്ടേ? ഒരു കുഴിയിൽ വീണ് കിടക്കുന്ന മനുഷ്യരാണ്, ഒരു ചുഴിയിൽ അകപ്പെട്ടു പോകുന്ന മനുഷ്യരാണ്. അപ്പൊ അവർക്ക് നമുക്ക് ആകെ ചെയ്യാവുന്ന എന്താണ്? കൂടെ നിൽക്കുക. ഗർഭപാത്രത്തിനകത്തുനിന്ന് ഒരു കുഞ്ഞ് പുറത്തേക്ക് വരുന്ന അത്രയും കാലം നമ്മൾ കാത്തിരിക്കുന്നത് പോലെ ഡിപ്രഷൻ അനുഭവിക്കുന്ന മനുഷ്യന് വേണ്ടി നമ്മൾ പുറത്ത് കാത്തിരിക്കുന്നു. അയാൾ പുറത്തു വരും, സമയമെടുത്താൽ അയാൾ പുറത്തു വരും. പുറത്ത് വന്നാലുണ്ടല്ലോ അയാളെ തകർക്കാൻ വേറെ ആരെക്കൊണ്ടും കഴിയില്ല. ഡിപ്രഷനിൽ നിന്ന് കയറി വരുന്ന മനുഷ്യന്മാരില്ലേ, അവരനുഭവിക്കുന്ന ഒരു ഉള്ളിലൊരു ശക്തിയുണ്ട്. കാരണം അവർക്ക് മാത്രം ഉണ്ടാകുന്ന ഒരു ധൈര്യമുണ്ട്. കാരണം അത്രയും വലിയ ചുഴിയിൽ നിന്ന് കയറി വന്ന ആൾക്കാരാണ്. അവരെ തകർക്കാൻ വേറൊരു കാര്യത്തിനും കഴിയില്ല. അത്രയേറെ അവർ ശക്തിപ്പെടും. പറഞ്ഞത് എന്താണെന്നറിയോ? മനസ്സിന്റെ മാറ്റങ്ങളില്ലേ, അതെപ്പോഴും ഏതൊരു മനുഷ്യനെയും ബാധിക്കാം. എത്ര ശക്തിയുള്ള മനുഷ്യരെന്ന് നമ്മൾ പറഞ്ഞാലും മനുഷ്യന് മനുഷ്യൻ്റെതായ ദൗർബല്യങ്ങളുണ്ടോ? ബൈബിളിൽ ഒരു കഥ ഉണ്ട്, പഴയ നിയമത്തിൽ. ഒരു രാജാവിന്റെ ശില്പം ഉണ്ടാക്കുന്ന ഒരു കഥയാണ്.
രാജാവിന്റെ ശില്പം എന്ന് പറഞ്ഞാൽ ആ നാട്ടിലെ ഏറ്റവും വലിയ ആളല്ലേ രാജാവ്. ആ നാട്ടിലെ ഏറ്റവും വലിയ ആളാണല്ലോ രാജാവ്. രാജാവിന്റെ ശില്പം ഉണ്ടാക്കുന്നത് ഇരുമ്പ് കൊണ്ടാണ്. ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും ഇരുമ്പ് കൊണ്ടാണ് ഉണ്ടാക്കുക. പക്ഷെ ഒരു പാർട്ട്, ഒരു അവയവം മാത്രം ഉണ്ടാക്കുന്നത് കളിമണ്ണുണ്ട്. ഏതാണ് അവയവം എന്നറിയോ? കാൽപാദം. ശരിക്കും കാൽപാദമാണ് ഇരുമ്പോണ്ട് ഉണ്ടാക്കേണ്ടത് അല്ലേ? ശരീരത്തിന്റെ മുഴുവൻ ഭാരവും കാൽപാദത്തിനല്ലേ കിട്ടുക അല്ലേ? കാൽപാദം കളിമണ്ണ് കൊണ്ട്, ബാക്കിയുള്ളതൊക്കെ ഇരുമ്പോണ്ട്. എന്താ സംഭവം എന്നറിയോ? എത്ര വലിയ മനുഷ്യനാണെങ്കിലും, എത്ര മഹാനായ മനുഷ്യനാണെങ്കിലും, എത്ര ഭക്തയോ ഒക്കെ ആയിട്ടുള്ള മനുഷ്യനാണെങ്കിലും, എത്ര നല്ല മനുഷ്യനാണെങ്കിലും, മനുഷ്യനാണോ അയാൾ ഇടറിപ്പോകും. ചെറിയൊരു കല്ലിൽ തട്ടുമ്പോഴേക്കും 8ാം ക്ലാസ്സോ 7ാം ക്ലാസ്സോ ഒക്കെ കഴിയുന്നതോടുകൂടി ആ കുട്ടിയുടെ മാറ്റങ്ങളുണ്ടാവും. ആൺകുട്ടിയാണെങ്കിൽ ദേഷ്യമൊക്കെ വരും, അവന് ക്ഷമ കുറയും, അവന് പെട്ടെന്ന് തർക്കിക്കാൻ തുടങ്ങും, വളരെ അനലറ്റിക് ആയിരിക്കും. അത്രയും കാലം അവന് അനുസരിച്ചിരുന്ന അച്ഛനെ ചോദ്യം ചെയ്യാൻ തുടങ്ങും, അമ്മയോട് കയർക്കാൻ തുടങ്ങും. ഇതൊക്കെ ഉണ്ടാവും. ചെറിയ മാറ്റങ്ങളും വലിയ മാറ്റങ്ങളും ഒക്കെ ഉണ്ടാവും ഓരോ കുട്ടിക്ക് അനുസരിച്ച്. പെൺകുട്ടിക്കും അതിനനുസരിച്ചുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. ഈ അടുത്തൊരു മാസ്റ്ററോട്, ഒരു ജാപ്പനീസ് മാഷാണ്, ബുദ്ധ മതപണ്ഡിതനാണ്, അദ്ദേഹത്തോട് ഒരു അമ്മ ചോദിക്കുക, എൻ്റെ കൂടെ 16 വയസ്സുള്ളൊരു കുട്ടിയുണ്ട്, ഞാൻ എങ്ങനെയാണ് അവനോട് പെരുമാറേണ്ടത് എന്ന് ചോദിച്ചു. നമ്മളെയൊക്കെ പ്രശ്നമായിരിക്കുമല്ലോ. 16 വയസ്സുള്ളൊരു മോൻ അല്ലെങ്കിൽ മോളുണ്ട് എൻ്റെ കൂടെ, ഞാൻ എന്താണ് എൻ്റെ കുട്ടിക്ക് കൊടുക്കേണ്ടതെന്ന് ചോദിക്കണം അമ്മ. അപ്പൊ മാഷെന്താ പറഞ്ഞാൽ, പ്ലീസ് ഹഗ് ഹിം. ഇതാണ് മാഷ ആകെ പറഞ്ഞത്. നിങ്ങൾക്കുള്ള മനസ്സോടുകൂടി ഇങ്ങനെ ഇറങ്ങിപ്പോകുന്ന നമ്മുടെ കുട്ടിയോട് പേനയെടുത്തോ, പഠിച്ചോ, ഇതൊക്കെ നമ്മൾ ചോദിക്കുമല്ലോ. ആ പാഠം പഠിച്ചോ, ഈ പാഠം പഠിച്ചോ എന്നൊക്കെ ചോദിക്കില്ലേ? ഇതൊക്കെ ചോദിക്കില്ലേ? അതിൻ്റെ ഇടയ്ക്ക് അതൊക്കെ ചോദിച്ചിട്ടില്ലെങ്കിലും, അതൊന്നും ഇങ്ങനെ ചോദിച്ചിട്ടില്ലെങ്കിലും, മോനെ അല്ലെങ്കിൽ മോളെ ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആ കുട്ടിയെ ഒന്ന് കെട്ടിപ്പിടിച്ചു നോക്കുള്ളൂ. നമ്മളിങ്ങനെ ഇറുകെ പിടിക്കും, വിടൂല. കാരണം ആ കുട്ടി ചോദിക്കാതെ ചോദിക്കുന്നുണ്ട്. ഇത് നാട്ടുകാർക്ക് കൊടുക്കാൻ പറ്റൂലല്ലോ, നമ്മളെന്നെ കൊടുക്കണ്ടേ? ഈ തണലിൽ നിന്ന് തന്നെ കിട്ടണ്ടേ അല്ലേ? അതുകൊണ്ടാണ് ആ മാഷ് പറയണത്, നിങ്ങളുടെ കുഞ്ഞില്ലേ, നിങ്ങളിൽ നിന്നിങ്ങനെ പതുക്കെ അകലാൻ തുടങ്ങുന്ന ആ കുഞ്ഞില്ലേ, അവരെ നിങ്ങളിങ്ങനെ അടുത്തേക്ക് വിളിച്ചു, അവളെ നിങ്ങളിങ്ങനെ അടുത്തേക്ക് വിളിച്ചു, നിങ്ങളുടെ നെഞ്ചിന്റെ ചൂടിലേക്ക് ഇങ്ങനെ ചേർത്ത് പിടിക്കൂ. കാരണം ടീനേജിലുള്ള ഒരു കുട്ടി അനുഭവിക്കുന്ന ഒരു സ്ട്രെസ് ഉണ്ട്. ഇവിടെ എത്രയധികം സഹോദരിമാരുണ്ടല്ലോ. നിങ്ങളൊരു 14 വയസ്സോ 13 വയസ്സോ മുതൽ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമില്ല. നിങ്ങൾ ഓരോ മാസവും നിങ്ങൾ കടന്നു പോകുന്ന ഒരു 7 ദിവസമില്ല, ഒരു കഠിനമായ 7 ദിവസങ്ങൾ. നിങ്ങൾ ഞങ്ങളോട് വന്നിട്ട് എന്താ പറയാ? എന്നോട് ചൂടാവരുത് കേട്ടോ, എന്നോട് ഇന്നാൾ പറഞ്ഞ പോലെ ഒന്നും പറയരുത് കേട്ടോ, എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് കേട്ടോ, എനിക്ക് ഇന്നെ തന്നെ എനിക്ക് പിടിച്ചിട്ട് കിട്ടണില്ല, കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ നിങ്ങൾ പറയില്ലേ? എനിക്ക് ഇന്നെ തന്നെ മനസ്സിലാവണില്ല എന്നൊക്കെ പറയില്ലേ? എന്താ കാരണം? ഒറ്റ കാരണമേ ഉള്ളൂ, നിങ്ങളെ ശരീരത്തിനുള്ളിൽ ഹോർമോണിന്റെ ചില വ്യതിയാനങ്ങൾ, മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതാണ് അത് കാരണങ്ങൾ. എന്തൊക്കെ അനുഭവിക്കണം ആലോചിച്ചു നോക്കുക. എന്തൊക്കെ മൂഡ് സ്വിങ്സ് ആണല്ലേ അനുഭവിക്കണം. ഇത് പുരുഷന്മാർക്കുണ്ടോ? ഒരേ ഒരു പ്രാവശ്യം, അതാണ് ടീനേജ്, കൗമാരം. അപ്പൊ ആ കുട്ടിയെ നമ്മൾ എത്ര മനസ്സിലാക്കേണ്ടി വരും? കാരണം ആ കുട്ടി അനുഭവിക്കുന്ന ഒരു സ്ട്രെസ് ഉണ്ട്, ആ കുട്ടി കടന്നു പോകുന്ന മനസ്സിന്റെ അവസ്ഥകളുണ്ട്, അവന്റെ ശരീരത്തിലും മനസ്സിലും അനുഭവിക്കുന്ന മാറ്റങ്ങളുണ്ട്. അവനെ തന്നെ പിടിച്ചാൽ കിട്ടില്ല. അവന്റെ ഉള്ളിലെ പ്രശ്നങ്ങൾ അവന് വേറൊരാളോട് പറഞ്ഞു തരാനും കഴിയില്ല. അങ്ങനെ ഒരാളുടെ അവസ്ഥയിലേക്ക് പ്രശ്നം എന്താന്ന് പറഞ്ഞു കൊടുക്കാൻ പോലും കഴിയാത്ത അത്രയും നിസ്സഹായനായി നിൽക്കുന്ന ഒരു മനസ്സിന്റെ അവസ്ഥ എന്തായിരിക്കും? അതാണ് ടീനേജ്. അപ്പൊ ഓരോ മനുഷ്യനും ആ മനുഷ്യൻ കടന്നു പോകുന്ന ഒരു അവസ്ഥയില്ലേ, ആ അവസ്ഥയെ അണ്ടർസ്റ്റാൻഡ് ചെയ്യലാണ് സ്നേഹം. അത് കുടുംബത്തിലാവട്ടെ, ബന്ധങ്ങളിലാവട്ടെ, ദാമ്പത്യത്തിലാവട്ടെ, നാട്ടിലാവട്ടെ ഒക്കെ. ഈ നാട്ടിൽ ജീവിക്കുന്ന മനുഷ്യർ കടന്നു പോകുന്ന അവസ്ഥകളെ ശ്രദ്ധയോടെ മനസ്സിലാക്കിയതിന്റെ ഉത്തരമാണ് നിങ്ങൾ തുറന്നു വെച്ചിരിക്കുന്ന ഡയാലിസിസ് സെന്റർ എന്ന് പറയുന്നത്. എത്രയോ മനുഷ്യർ അവിടെ വന്ന് നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ ജീവൻ നിലനിർത്താൻ കാരണം നിങ്ങൾ കൊടുത്തൊരു ശ്രദ്ധയാണ്. ഈ ശ്രദ്ധയില്ലേ, അതാണ് സ്നേഹം.
ഞാനെൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുമ്പോൾ ഒരു അറബി സിംഗറുണ്ട്, ഒരു അറബി പാട്ടുകാരൻ. അദ്ദേഹത്തിൻ്റെ പേര് അഹമ്മദ് ബുഖാത്തിർ എന്നാണ്. നിങ്ങൾ പറ്റുമെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ഒന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കൊണ്ടിട്ടോ. അഹമ്മദ് ബുഖാത്തിർ, BUKH ബുഖാത്തിർ എന്നാണ് പേര്. അതിമനോഹരമായ പാട്ടുകൾ, അത്രയും നമ്മൾ അകപ്പെട്ടു പോകും അങ്ങനത്തെ ഒരു പാട്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പാട്ടുണ്ട്, ഒരു ആൽബം ഉണ്ട്. ആൽബത്തിൻ്റെ പേര് മൈ വൈഫ് എന്നാണ്. മൈ വൈഫ്. അതിലൊരു വരിയുണ്ട്. ആ വരിയില്ലേ, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മനുഷ്യല്ലേ, ആ മനുഷ്യന് അയച്ചു കൊടുക്കാവുന്ന മെസ്സേജാണ് ആ വരി. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മനുഷ്യന്റെ കാതിൽ പറയാവുന്ന ഏറ്റവും മനോഹരമായ സ്വകാര്യമാണ് ആ വരി. എന്താണെന്നറിയോ? എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്, എടോ എനിക്ക് നിന്നെ ഇഷ്ടമാണ്, നീ എങ്ങനെയാണോ അങ്ങനെ. അതാണ് വരി. നീ എങ്ങനെയാണോ അങ്ങനെ, എനിക്കനുസരിച്ചിട്ട് ഉള്ള ഒരു രൂപത്തിലേക്ക് നീ മാറിയതിനു ശേഷമല്ല, അതാരെ കൊണ്ടും കഴിയും, പക്ഷെ എനിക്ക് കഴിയും. എന്ത്? നീ എങ്ങനെയാണോ അങ്ങനെ ഞാൻ നിന്നെ സ്വീകരിക്കുന്നു. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യനോട് പറയാവുന്ന ഏറ്റവും മനോഹരമായ കാര്യമായിരിക്കും. നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന മനുഷ്യർക്ക് പരിമിതികളുണ്ടാവും, പ്രശ്നങ്ങളുണ്ടാവും, അവസ്ഥകളുണ്ടാവും, ഒക്കെ ഉണ്ടാവും. പക്ഷെ അവരോട് നമുക്കുള്ള കടപ്പാട് ഒറ്റന്നേ ഉള്ളൂ, നമ്മുടെ ജീവിതത്തിലേക്ക് ഈശ്വരൻ സമ്മാനിച്ച മനുഷ്യനാണ്. ആ മനുഷ്യനെ അയാളുടെ പോരായ്മകളോട് സ്വീകരിക്കാൻ കഴിയുന്ന വിധം നമ്മുടെ മനസ്സ് വലുതാകലാണ് സ്നേഹം. ഫറോവ എന്ന ദുഷ്ടനായ രാജാവിൻ്റെ അടുത്തേക്ക് പറഞ്ഞയക്കുമ്പോൾ മോശെ പ്രവാചകൻ, മൂസാ നബി പടച്ചവനോട് നടത്തുന്നൊരു പ്രാർത്ഥനയുണ്ട്. ഖുർആനിലും ബൈബിളിലും ഒക്കെ പറഞ്ഞ ചരിത്രമാണ്. വല്ലാത്തൊരു ചരിത്രമാണ് ഈ മൂസാ പ്രവാചകന്റെ ചരിത്രം അലൈഹിസ്സലാം. മൂസാ പ്രവാചകൻ അദ്ദേഹം ജനിച്ചത് ഇസ്രയേൽ വംശത്തിലാണ്. ഇസ്രയേൽ വംശത്തിൽ അങ്ങനെ ഒരു ആൺകുട്ടി ജനിക്കാനുണ്ട് എന്നുള്ളതുകൊണ്ട് ഫറോവ എന്താ ചെയ്തത് അറിയോ? ഇസ്രയേൽ വംശത്തിൽ ജനിക്കണ മുഴുവൻ ആൺകുട്ടികളെയും കൊല്ലാൻ കൽപ്പിച്ചു. അങ്ങനെ ഒരു ആൺകുട്ടി വന്നാൽ അത് ഫറോവയ്ക്ക് വെല്ലുവിളിയാണ്. അതുകൊണ്ട് ഫറോവ എന്ത് ചെയ്തു? ഇസ്രയേൽ വംശത്തിൽ ജനിക്കുന്ന മുഴുവൻ ആൺകുട്ടികളെയും കൊല്ലാൻ കൽപ്പിച്ചു. ആർക്ക് വേണ്ടിയിട്ട്? ഈ മൂസ എന്ന കുട്ടിക്ക് വേണ്ടിയിട്ട്. എല്ലാ കുട്ടികളെയും കൊല്ലണം എന്ന് അയാൾ തീരുമാനിച്ചു. പക്ഷെ പഠിച്ചോൻ എന്താ ചെയ്തതെന്നറിയോ? ഏതൊരു കുട്ടിയെ കൊല്ലാനാണോ മുഴുവൻ കുട്ടികളെയും കൊല്ലണമെന്ന് ഫറോവ തീരുമാനിച്ചത്, ആ കുട്ടിയെ അതേ ഫറോവയുടെ കിടപ്പുമുറിയിൽ കിടത്തിയുറക്കിയവന്റെ പേരാണ് പഠിച്ചോൻ. പഠിച്ചോന്റെ പദ്ധതികളുണ്ട് കേട്ടോ. ഈ പഠിച്ചോന്റെ പദ്ധതികളില്ലേ, പഠിച്ചോന്റെ പ്ലാൻ, അതിലൊരാൾ വിശ്വസിക്കുമ്പോൾ അയാൾക്കുണ്ടാവിടെ സമാധാനം എന്താണ് എന്നറിയണമെങ്കിൽ നിങ്ങൾ ആ മൂസാ പ്രവാചകന്റെ ചരിത്രം ബൈബിളിലോ ഖുർആനിലോ ഒന്ന് വായിച്ചു നോക്കണം. ഏകദേശം ഒരേപോലെയാണ്. പഠിച്ചവന്റെ പദ്ധതികളാണ്. അപ്പൊ ഈ മൂസാ പ്രവാചകൻ ഫറോവയുടെ അടുത്തേക്ക് പോണത് എന്തിനാണെന്നറിയോ? പ്രവാചകനായിട്ടാണ്. ഫറോവ ആരാണ്? ഞാൻ ദൈവമാണെന്ന് അറിയുന്ന ആളാണ്. അയാളോട് ചെന്നിട്ട് മൂസാ നബി പറയാ, നിങ്ങളല്ല ദൈവം, വേറൊരു ദൈവം ഉണ്ട് എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഇഷ്ടപ്പെടുമോ? അയാൾക്ക് എത്ര ദേഷ്യം ഉണ്ടാവും? ആര് പറഞ്ഞാലും ദേഷ്യം ഉണ്ടാവും. അയാളുടെ ഉപ്പും ചോറും കഴിച്ചു വളർന്ന മൂസ എന്ന ആള് പറഞ്ഞാൽ അയാൾക്ക് ദേഷ്യം കൂടും. അങ്ങനെയുള്ള സമയത്ത് ഈ മൂസാ പ്രവാചകൻ ഫറോവയുടെ അടുത്തേക്ക് ഇങ്ങനെ ഇറങ്ങുന്ന സമയത്ത് പഠിച്ചവരോട് നടത്തുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അല്ലാത്തൊരു പ്രാർത്ഥന. എന്താ പ്രാർത്ഥന എന്നറിയോ? പഠിച്ചോനെ, ഞാൻ ഫറോവയുടെ അടുത്തേക്കാണ് പോണത്, നല്ലൊരു സ്ഥലത്തേക്കല്ല പോണത്. അയാൾ എന്നോട് ദേഷ്യപ്പെടും, ചിലപ്പോൾ അയാൾ എന്നെ തെറി വിളിക്കും, ചിലപ്പോൾ എന്നെ കൊല്ലാൻ കൽപ്പിക്കും. ഒട്ടും സമാധാനമില്ലാത്തൊരു സ്ഥലത്തേക്കാണ് ഞാൻ പോകുന്നത്. പക്ഷെ എനിക്കൊരൊറ്റ കാര്യം ചെയ്താൽ മതി, ഒരൊറ്റ കാര്യം ചെയ്തു തന്നാൽ മതി. എന്താ? റബ്ബി ഇശ്റഹ് ലി സുദ്രി, എൻ്റെ മനസ്സൊന്ന് വലുതാക്കി തരണം. എന്തൊരു പ്രാർത്ഥനയാണത്! അയാൾ എന്നോട് ദേഷ്യപ്പെടും, ഞാൻ അയാളോട് ദേഷ്യപ്പെടാതിരിക്കണമെങ്കിൽ എൻ്റെ മനസ്സൊന്ന് വലുതാവണം. അയാൾ ചിലപ്പോൾ എന്നെ തെറി വിളിക്കും, ഞാൻ തിരിച്ചൊരക്ഷരം പറയാതിരിക്കണമെങ്കിൽ അയാളെ കൂടി ഉൾക്കൊള്ളാൻ എൻ്റെ മനസ്സ് വലുതാവണം. അതാണ് പ്രാർത്ഥന.
ശരിക്കും നേരെ തിരിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എങ്ങനെ പഠിച്ചോനെ ഫറോവയുടെ മനസ്സൊന്ന് വലുതാക്കി കൊടുക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞാൻ ഈ പറയുന്ന കാര്യം സ്വീകരിക്കാൻ അയാളുടെ മനസ്സൊന്ന് വിശാലമാക്കണേ, വലുതാക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോ? നടക്കൂല. അതാ നമ്മൾ നടക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും ഇതേപോലെ കാർപ്പറ്റ് വിരിക്കാൻ കഴിയോ? കഴിയില്ല. നമ്മുടെ കാലിൽ ഒരു ചെരുപ്പിടാനേ കഴിയുള്ളൂ. അത് വെച്ചല്ലോ. അതാണ് ഈ പ്രാർത്ഥന. എല്ലാ മനുഷ്യന്മാരും നമുക്ക് അനുസരിച്ച് മാറുകയോ ജീവിക്കുകയൊന്നുമില്ല. ഓരോ മനുഷ്യന്മാർക്കും അവരുടെ ജീവിതമായിരിക്കും, അവരുടെ മനസ്സായിരിക്കും, അവരുടെ തോന്നലുകളായിരിക്കും, അവരുടെ വിചാരങ്ങളായിരിക്കും. എല്ലാ മനുഷ്യരെയും ഒന്നുമില്ലെങ്കിൽ നമ്മുടെ കൂടെ ജീവിക്കുന്ന 4-5 മനുഷ്യന്മാരെയെങ്കിലും അവരെ അവരായിട്ട് സ്വീകരിക്കാൻ നമ്മുടെ മനസ്സ് വലുതാകലേ നടക്കുള്ളൂ. അതാണ് ആ പ്രാർത്ഥനയുടെ സാരം എന്ന് പറയുന്നത്. ആ അർത്ഥത്തിൽ ജീവിതവും കുടുംബവും സമാധാനമുള്ളതാകട്ടെ. നമ്മൾ സാധാരണ ബർക്കത്ത് എന്ന് പറയില്ലേ? ബർക്കത്ത് എന്താണ് ബർക്കത്ത്? ഞാൻ നിർത്തുകയാണ് കേട്ടോ, അവസാനിപ്പിക്കുകയാണ്. എന്താ ബർക്കത്ത് എന്ന് പറഞ്ഞാൽ? സാധാരണ ബർക്കത്ത് എന്ന് പറഞ്ഞാൽ പൈസ ഉണ്ടാവില്ല. നമ്മൾ പറയാം ഓനിപ്പോൾ നല്ല ബർക്കത്താന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഓൾക്കിപ്പോൾ നല്ല ബർക്കത്തെന്ന് പറഞ്ഞാൽ സാധാരണ നിലയിൽ പൈസയാണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ നാട്ടിലെ മഞ്ഞപ്പാറയിലെ ഏറ്റവും വലിയ പണക്കാരനോട് ചെന്നിട്ട് ഇവിടെ ചോദിച്ചു നോക്കൂ, എന്താണ് ബർക്കത്ത്? ഈ നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരനുണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ഈ ഒരു ഏരിയയിലെ അല്ലെങ്കിൽ ഈ ഒരു ജില്ലയിലെ ഏറ്റവും വലിയ പണക്കാരനോട് ചെന്നിട്ട് ചോദിച്ചു നോക്കൂ, എന്താണ് ബർക്കത്ത് എന്ന് പറഞ്ഞാൽ. ഇനിയും പൈസ ഉണ്ടാവില്ല എന്ന് അയാൾ പറയും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അയാൾ പറയില്ല. അയാൾ പറയാൻ സാധ്യതയുള്ളൊരു വാക്കുണ്ട്. എന്താണെന്നറിയോ? മനസ്സമാധാനം. എന്താണ് ബർക്കത്ത് എന്ന് പറഞ്ഞാല്? മനസ്സമാധാനം. നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ബന്ധങ്ങളിൽ, നമ്മുടെ ജോലിയിൽ, നമ്മുടെ വീടിന്റെ ഉള്ളിൽ, നമ്മുടെ സമ്പത്തിൽ നമ്മൾ അനുഭവിക്കുന്ന മനസ്സമാധാനമാണ് ബർക്കത്ത് എന്ന് പറഞ്ഞാൽ. അതൊരു വലിയ അനുഗ്രഹമാണ്. ആ അനുഗ്രഹത്തിന് നമ്മൾ തമ്മിൽ ഒരു പൊരുത്തം വേണ്ടി വരും. ചില സമയത്ത് മിണ്ടാതിരിക്കേണ്ടി വരും. മറുപടി ഇല്ലാഞ്ഞിട്ടല്ല, മറുപടിയൊക്കെ ഉണ്ടാവും. മൗനം വേണ്ടി വരും. എന്തിനു വേണ്ടിയിട്ട്? ആ വീടിന്റെ സമാധാനത്തിന് വേണ്ടിയിട്ട്. നീ പറഞ്ഞതിന് എനിക്ക് മറുപടി ഉണ്ട്, പക്ഷെ ഞാൻ മിണ്ടൂല. എന്തുകൊണ്ടാണെന്നറിയോ? ഇവിടെയുള്ള കുട്ടികൾ സമാധാനമായിട്ട് ഉറങ്ങാൻ. അതാ നിത്യ ചൈതന്യ യതി എന്ന് പറഞ്ഞ വലിയൊരു സന്യാസി ഉണ്ടായിരുന്നു നമുക്ക്. വർക്കലയിലാണ്, നാരായണ ഗുരുകുലത്തിലാണ് പഠിക്കുകയൊക്കെ ചെയ്തത്. നാരായണ ഗുരുവിന്റെ ശിഷ്യൻ, പിന്നെ നാരായണ ഗുരുവിന്റെ ശിഷ്യനാണ് നിത്യ ചൈതന്യം. നാരായണ ഗുരുവിന്റെ ശിഷ്യന്റെ പേര് പിന്നെ ഓർമ്മ വരികയാണെങ്കിൽ പറഞ്ഞു കേട്ടോ. ഡോക്ടർ പൈപ്പു അദ്ദേഹത്തിന്റെ മകനാണ്. അതൊക്കെ ഓർമ്മയുണ്ടോ? കുമാരഗുരു അല്ല, ഡോക്ടർ പൈപ്പു ഇല്ലേ? ഡോക്ടർ പൈപ്പു അദ്ദേഹത്തിന്റെ മകൻ. എന്തായാലും അദ്ദേഹത്തിന്റെ ശിഷ്യനാണ് ആര്? നിത്യ ചൈതന്യ യതി സ്വാമിജി. അദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തിൽ എടുത്ത് വായിച്ചതാണ്. ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു വാക്കാണ് കേട്ടോ. എപ്പോഴും ഓർമ്മിച്ചു വെക്കേണ്ട വാക്കാണ്. എന്താണെന്നറിയോ? അദ്ദേഹം പറയാ, കർണാടക ഗുരുവല്ല, നല്ല ഓർമ്മയുള്ളവർ പെട്ടെന്ന് കേട്ടോ. ആയിക്കോട്ടെ. അപ്പോൾ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പറഞ്ഞൊരു വാക്കാണ് ഈ പറയുന്നത്. ആ വാക്ക് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട വാക്ക്. എന്താണെന്നറിയോ? ഞാൻ പാമ്പാണ്, വിഷമുള്ള പാമ്പാണ്, പക്ഷെ ഞാൻ ആരെയും കടിക്കൂല. ഞാൻ പാമ്പാണ്, വിഷമുള്ള പാമ്പാണ്, പക്ഷെ ഞാൻ ആരെയും കടിക്കൂല. നീ പറഞ്ഞതിന് മറുപടി എന്റെ കയ്യിലുണ്ട്, പക്ഷെ ഞാൻ പറയില്ല. എന്തിനു വേണ്ടി? ഈ വീടിന്റെ സമാധാനത്തിന് വേണ്ടിയിട്ട്. ഇങ്ങനെ പറയണമെന്ന് മനസ്സിൽ വരുന്ന കാര്യങ്ങൾ പോലും ഒരു വീടിന്റെ സമാധാനത്തിന് വേണ്ടി മിണ്ടാതിരിക്കുന്ന മനുഷ്യരില്ലേ, അവരുടെ ഉള്ളിലും അവരുള്ള വീടിന്റെ ഉള്ളിലും ഉണ്ടാകുന്ന ഒരു സമാധാനമുണ്ട്. അതാണ് ബർക്കത്ത് എന്ന് പറയുന്നത്. ആർക്ക് വേണ്ടിയാണ്? നമ്മുടെ കൂടെയുള്ള മനുഷ്യര് സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട്. നമ്മൾ വാക്കുകൾ നിയന്ത്രിക്കേണ്ടി വരും, പ്രയോഗങ്ങൾ നിയന്ത്രിക്കേണ്ടി വരും, ക്ഷമിക്കുകയും സഹിക്കുകയും മറക്കുകയും ഒക്കെ വേണ്ടി വരും. കുഞ്ഞുണ്ണി മാഷിന്റെ ഒരു കവിത ഉണ്ട്. എന്താണ്? കൂടെ പൊറുക്കാൻ കൂടെ കൂടെ പൊറുക്കണം. ഒരുമിച്ച് കഴിയുക എന്നുള്ളതിനും മാപ്പ് കൊടുക്കുക എന്നുള്ളതിനും മലയാളത്തിൽ ഒരു വാക്ക് പറയും. ഏതാ വാക്ക്? ഒരുമിച്ച് കഴിയുക എന്നുള്ളതിനും മാപ്പ് കൊടുക്കുക എന്നുള്ളതിനും ഒരു വാക്ക്, പൊറുക്കുക. എന്തൊരു കവിതയുള്ളതില്
കൂടെ പൊറുക്കാൻ കൂടെ കൂടെ പൊറുക്കണം. ഏറ്റവും കൂടുതൽ ക്ഷമിച്ച മനുഷ്യർക്ക് മാത്രമേ ഉള്ളൂ നല്ല ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കാൻ കഴിയൂ. ഞാൻ മരിച്ചാലും മറക്കൂല എന്ന് പറയുന്ന മനുഷ്യന്മാര് ചെറിയ മനസ്സുള്ള ആളുകൾ.